സംസാരിക്കുന്നത് ഈ വിഷയം ആദ്യം പറഞ്ഞോ. വിഷയം എന്താണെന്നുള്ളത് വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് പറയാലോ. പിന്നെ അസീസ്ക്കായിട്ട് കുറെ ഇതുപോലെ ഈ ക്ലിപ്പുകൾ ഇതൊക്കെ ഇങ്ങോട്ടും അയക്കും. അങ്ങനെ ഒരുപാട് ക്ലിപ്പുകൾ അസീസ്ക്ക് ഇങ്ങോട്ട് അയച്ചു, ഞാനും അങ്ങോട്ട് അയച്ചു. പിന്നെ അസീസ്ഖാന്റെ ഇത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു ദിവസം പിന്നെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. ഒന്ന് കാന്തപുരം, അതുപോലെ തന്നെ അല്ല അന്നലെ നിർത്തിയ കാന്തപുരം, പിന്നെ അസ്തനി, ഫൈസൽ മുസ്ലിയാർ, ഇവരെ മൂന്നാളെ പോസ്റ്റർ ഇട്ടിട്ട് പിന്നെ ഇവര് ഈ തൊഹീദിനെതിരെ ആയത്തോതിയവർ എന്നൊറ്റാണിത്. അത് ഞാൻ മൂപ്പർക്ക് ഫോർവേഡ് ചെയ്തു. ആ മൂപ്പര് ഇങ്ങോട്ട് ചോദിച്ച് പിന്നെ മൂപ്പര് മുശ്രിക്കാണോ അല്ലെ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ കുറെ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇത് മുശ്രിക്കാണോ ഇതൊന്നുള്ളതല്ല, മൂന്നാളും ചെയ്തത് ഒരേ പണിയാണ്. അതായത് മറ്റേവര് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും സഹായം തേടാനും ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടാണ് ആയത്തോന്നു. ഫൈസൽ മുസ്ലിയാർ ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കല്ല എന്ന് പറയാൻ വേണ്ടിയാണ് അവിടെ ആയത്തോദ്യം. മൂന്നാൾ ചെയ്ത പണി ഒന്നാന്നുള്ള ഇതിലാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നത്. ആ മൂപ്പര മുശ്രിക്കാണ് എങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെയാണ് മൂപ്പര് ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത്. പിന്നെ ഞാൻ അയച്ചു കൊടുത്തത് ഇപ്പോഴത്തെ സക്കരിയാസലായി ആയിട്ടുള്ള ഇഷ്യൂ ഉള്ള ആ കാര്യങ്ങൾ അയച്ചു. ആ മൂപ്പര് അത് ഞാൻ നിങ്ങളെ ഷറിനിന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് പോയതാണ്. പിന്നെ ജബ്ബാർ വായിക്കും കുറെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ അയക്കും, ഞാൻ അങ്ങോട്ട് അയക്കും. ഞാൻ അധികം അയച്ചത് നമ്മളെ പ്രോഗ്രാമിന്റെ ഇത്. പിന്നെ ഇടക്കിടക്കാണ് ഈ കാര്യങ്ങൾ അയക്കല് അല്ലേ? അല്ല നിങ്ങള് പിന്നെ ഈ വിഷയമായിട്ടുള്ള ഇത് ക്ലിപ്പിങ്ങൾ അവസാനം അയച്ചത് ഇപ്പൊ പിന്നെ സക്കരിയാസലാഹിന്റെ ഒരു ക്ലിപ്പും കൂടി അയച്ചപ്പോ ഇത് ആ മൂപ്പര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നിങ്ങളുടെ അടുത്ത് തന്നെയാണല്ലോ ഉള്ളത്, നമുക്ക് ഈ വിഷയത്തില് ഒരു എന്തെങ്കിലും ഇരുന്നിട്ടൊരു ചർച്ച നടത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ വിഷയം ഇതാണ്, നമ്മൾ കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് ശിർക്കാണ്, അതായത് അദൃശ്യവും അബോധ്യവുമായ ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കും ഹറാമുമാണെന്നുള്ള ജമിയത്തുൽ ഉലമയുടെ ഈ ഫത്വ അത് നമ്മൾ കൃത്യമായിട്ട് അംഗീകരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുക. അതുകൊണ്ടാണ് നമ്മൾ കേന്ദ്രമേൽ അതിൽ നിൽക്കുന്നില്ല, നിങ്ങളെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ നിൽക്കുന്നു. അതിനെതിരെ നിങ്ങൾക്ക് വാദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ മുത്തരണ്ണ നല്ല കാര്യമാണ്, നമ്മൾക്ക് എന്ത് ചെയ്യാം ചർച്ചയ്ക്ക് ഇരിക്കാം. അല്ല അങ്ങനെയല്ല, അങ്ങനെയാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഇത്. അപ്പൊ ജമിയത്തുൽ ഉലമന്റെ ആ തീരുമാനത്തിൽ ഇതാണ് അതിന്റെ കാര്യം. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും അതുപോലെ തന്നെ അതിന്റെ പിന്നാലെ നമ്മൾ നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതിനു മുമ്പ് ഇത് ശിർക്കല്ലാന്നോ അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് വാദം ഉണ്ടായില്ല. മുമ്പേ ഞാനിത് ആ വിഷയം വന്നപ്പോ അബു അഹമ്മദിനോട് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ സാലിമക്കായിട്ട് ഇത് തർക്കിക്ക് തന്നെ ചെയ്തു, അല്ലാണ്ട് അത് അംഗീകരിച്ചിട്ട് ഇതാക്കിയെന്നല്ല ചെയ്ത്. ജബ്ബാർ മോനോട് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ പിന്നെ അവിടെ വന്ന സലഫി ഉണ്ടായിരുന്നു, മുമ്പൊരു പേര് മുമ്പൊരു ഷുഗറൊക്കെ ആയിട്ട് പോയൊരു പിന്നെ തിരുവനന്തപുരമുള്ള ഒരു മുപ്പത് ജാലയത്തിൽ വന്നു, പിന്നെ എക്സിറ്റ് പോയി. മൂപ്പരായിട്ട് ഇരുന്നപ്പോ ഈ കാര്യങ്ങൾ സംസാരിച്ചു. മൂപ്പര് ഈ എന്റെ ഒരു പോയിന്റിൽ നിന്നിരുന്നു അന്ന്. പക്ഷെ പിന്നീടാണ് മൂപ്പരെന്ന് പറഞ്ഞത് പിന്നെ അവരെ പ്രത്യേകമായിട്ട് വിളിക്കല ശിർക്ക് തന്നെയല്ലേ വരിക, കാരണം അവരെ നമ്മളെ മനസ്സിൽ ഇതില്ലാണ്ട് അവരെ വിളിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ആ പോയിന്റിൽ തന്നെ ഞാനുള്ളത്. കാരണം പിന്നെ ഒരാളെ ഉദ്ദേശിച്ച് തന്നെ ജിന്നിനെ ഉദ്ദേശിച്ച് തന്നെ നമ്മൾ വിളിക്കുകയാണ്. ആ ഉദ്ദേശിച്ച് അവരെ വിളിച്ചു കഴിഞ്ഞാൽ ആ സഹായം ശിർക്കിന്റെ ഇതിലല്ലേ വരിക. അപ്പൊ ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനം വളരെ കൃത്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിൽക്കുന്നത്, അല്ലാണ്ട് ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും മാറി നിന്നിട്ടില്ല, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നെ പിന്നെ എനിക്ക് വളരെ കുറച്ച് പറയാനുള്ളത് സംഗതി ഇതിലാണ്. ഇപ്പൊ നമ്മളുടെ കൂട്ടത്തിൽ എന്തിനാണ് ഇപ്പൊ ഞാൻ സജീവമായിട്ട് ഇത് പ്രവർത്തിച്ച ആളാണ്. ഒരു നേതാക്കളായിട്ടൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മളെ ആ ബന്ധത്തിൽ നിന്നും ഒഴിച്ചൊഴിവാക്കി? അതിന് അവർ പ്രധാനമായി പറയുന്നത് ഇപ്പൊ പലരും ഈ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ക്ലിപ്പുകളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും ഞാൻ അവരോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ചില വിശ്വാസങ്ങൾ കൊണ്ട് നമ്മളെ ഈ തർക്കത്തിലുള്ള ചില വിശ്വാസങ്ങൾ കൊണ്ട് നമ്മൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതിനേക്കാൾ അസഹ്യമായ ഒന്നും നമ്മൾക്ക് കേൾക്കാൻ കഴിയില്ല. ശരി, പക്ഷെ അത് ശരിയാണെങ്കിലോ അത് വളരെ ഗുരുതരാണ്. ഇപ്പം ഈ ഖുറാഫികളൊക്കെ തൗഹീദായി വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാണ്. പക്ഷെ ഒരു ശിർക്കിലേക്ക് പോയാൽ നമുക്കൊക്കെ ഉറപ്പാണ്. അപ്പൊ അതുപോലെയാണെങ്കിലോ ഈ ഒരു ഭാഗമാണ് എനിക്ക് നിങ്ങളെടുത്തുനിന്ന് ക്ലിയറായി കിട്ടേണ്ടത്.
മനസ്സിലായില്ലേ? അതിൽ ആദ്യത്തെ പോയിന്റ് പറഞ്ഞുതരാം. ജബ്ബാർ മൗലയുടെ ഒരു ലേഖനത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ആ ലേഖനം ശിർക്ക് പ്രചരണത്തിലേക്ക്, ഒന്നുകിൽ ശിർക്കിലേക്ക് എത്തിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു ലുഹൈ കൊണ്ടുവന്ന പ്രതിഷ്ഠ പോലുള്ള ഒരു കാര്യമാണ് എന്നാണ് അനസിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടത്. അപ്പം എനിക്കതിൽ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ട് നമ്മൾ തമ്മിലുള്ള കൺഫ്യൂഷൻ എവിടെ കിടക്കുന്നത്, എന്താണ് ശിർക്ക് എന്ന് പറയുന്നവർക്കാണ് കൺഫ്യൂഷൻ, അല്ലെ? അതാണ് ക്ലിയർ ആയാൽ മതി. അത് എനിക്ക് ആര് പറഞ്ഞത്, എന്താണ് ശിർക്ക് എന്നുള്ളത് റൌഫ് പറഞ്ഞത്. ഇത്രയും എന്റെ ആവശ്യമുള്ളൂ. അത് നമ്മളിൽ ഉണ്ട് ശിർക്ക്, അത് ശരിയാണെങ്കിൽ അത് എന്റെ അടുത്തുണ്ടെങ്കിൽ ആ ഒഴിവാക്കൽ നിർബന്ധമാണ്. അത് എന്റെ അടുത്തില്ലെങ്കിൽ ശിർക്ക് എന്നെ ആരോപിച്ചത് മാറ്റൽ ഒഴിവാക്കൽ ഒഴിവാണ്, അത് നിർബന്ധമാണ്. അത് വലിയ കുറ്റകരമാണ്. ഇതാണ് അതുകൊണ്ട് റൌഫ് എനിക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ശിർക്ക്. ഇവിടെ ചർച്ച വരാനൊരു കാരണമുണ്ടല്ലോ. ചർച്ച വന്നത് കൃത്യമായിട്ട് ജബ്ബാർ മൗലവിന്റെ ലേഖനാണ്. ശരിയാണ്. കാരണം നമ്മളെല്ലായിടത്തും വാദപ്രതിവാദത്തിനൊക്കെ പോകുമ്പോൾ ആഴ്ചനി ഇവരൊക്കെ ഒരുപാട് ചക്കരപ്പാറ മറ്റുള്ള എല്ലായിടത്തും നമ്മൾ വാദിക്കാം. ഇവിടെയൊക്കെ അടിച്ചു പിരിഞ്ഞത് ഈ ഒരു ഇതും കൊണ്ട് അവര് ഈ കാര്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ചിട്ടാണ്. അപ്പൊ അതിനുശേഷമാണ് ഇതൊരു ജമിയത്തുൽ ഉലമ എന്തായാലും തീരുമാനം എടുക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞത്. കാരണം ഇല്ലെങ്കിൽ ഇതിന് മുന്നോട്ട് നമ്മുടെ ദൈവത്തിന് ഇവരെപ്പോ ഇതെടുത്തിട്ട് പ്രശ്നമുണ്ട്. എന്തായാലും ആ ലേഖനം ചർച്ച ചെയ്തിട്ട് എന്താണ് ആ വിഷയം ഒരു കൺക്ലൂഷൻ എത്തണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ജമിയത്തുൽ ഉലമ പിന്നെ ചർച്ച ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് പിന്നെ അവരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ഇപ്പൊ ഒരു പ്രതിസന്ധി ഘട്ടത്തിലോ അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാല് അദൃശ്യവും അബോധ്യവുമായ അവരോട് ഒരു കാര്യം നമ്മൾ ഹെൽപ്പ് ഒരാവശ്യപ്പെടുമ്പോൾ നമ്മളെ മനസ്സില് അവരോടുള്ള ഒരു ഇതില്ലാതെ നമ്മൾക്ക് അവരെ വിളിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ തീർച്ചയായും ചെറുക്ക് തന്നെ പറയാം, ചെറുക്കല്ലാത്തൊരു വിളി അവരോട്. അല്ല, എന്റെ ചോദ്യം എനിക്ക് ക്ലിയർ ചെയ്ത് തരേണ്ടത് ജബ്ബാർ മൗലിന്റെതൊക്കെ ഇവിടെ ജബ്ബാർ മൗലിയും ഒക്കെ ഉള്ളത്. എനിക്കിപ്പോ ഞാൻ പേഴ്സണലി ഒരു ട്രാപ്പിലാണ്, ഒരു പ്രശ്നത്തിലാണ്. എനിക്കിത് ക്ലിയർ ചെയ്തിട്ടുണ്ടത് എന്താണ് ശിർക്ക്. പിന്നെ നമുക്ക് പരിശോധിക്കാം ഞാൻ പറഞ്ഞതിൽ ശിർക്ക് ഉണ്ടോ ഇല്ലെങ്കിൽ. ഇത്ര എനിക്ക് ആവശ്യമുള്ളൂ. വളരെ ലളിതാണ്. എന്താണ് ശിർക്ക് എന്ന് എനിക്ക് പറഞ്ഞു തന്നോ. അത് എന്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അതാണ് പറയും. അത്രയേ ഉള്ളൂ. എന്താണ് ശിർക്ക് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പിന്നെ പ്രവാചകനും അതുപോലെ തന്നെ സഹാബത്തും അവർ മനസ്സിലാക്കിയത്. അവർ മനസ്സിലാക്കിയതിന്റെ ഇതില് പിന്നെ ഇങ്ങനെ ഒരു ഗൈബിയായ ഒരു സൃഷ്ടികളോട് ഒരു ഹെൽപ്പ് നമ്മൾ ആവശ്യപ്പെടുന്നത് അത് ശിർക്കിന്റെ ഗണത്തിൽ തന്നെയാണ് അവർ ഗണിച്ചിട്ടുള്ളത്. അവരാരും ഇതുവരെ അത് ചെയ്തിട്ടില്ല, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് നമ്മൾ ഇത്രകാലം വിശ്വസിച്ചു വരുന്നത്. പക്ഷെ അതിന് വിഘാതമായിട്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു ഹെൽപ്പ് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതാണ് നമ്മളെ പ്രാർത്ഥനയും അത് ശിർക്കിന്റെ കാര്യത്തിൽ എത്തുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. അല്ല, ഇപ്പൊ എനിക്ക് ലളിതമായിട്ട് പറഞ്ഞു എന്താണ് ശിർക്ക് ആദ്യം പറഞ്ഞാൽ പിന്നെ അതിൽ ഇത് പെടൂലേ വളരെ എളുപ്പം. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തില് എന്ത് ചെയ്യാ, നമ്മള് പങ്കു ചേർക്കുന്ന ഇതാണ് ശിർക്ക് എന്ന് വരിക. എങ്ങനെ? അള്ളാഹുവിന്റെ എന്തിലും, അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അസ്മായിലോ ഏത് കാര്യത്തിലായാലും നമ്മള് പങ്കു ചേർക്കുന്നത് ശിർക്കിൽ പെടും. അതുപോലെ തന്നെ ഇവിടെ ഹാജറില്ലാത്ത ഗൈബിയായ സൃഷ്ടികളോട് ആലമു ഷഹാദയിലുള്ള ഇൻസ് ഒരു ഹെൽപ്പ് ആവശ്യപ്പെട്ടാൽ ആ ഹെൽപ്പിനും നമുക്ക് ശിർക്കിന്റെ ഗണത്തിൽ തന്നെ വരിക. അത് ഇതേത് ഗണത്തിലെ വരിക? അടിസ്ഥാനപരമായിട്ട് ഈ വളരെ കൃത്യമായി പറഞ്ഞു. അള്ളാഹ്ക്ക് പ്രത്യേകമായ ഒരു കാര്യം അള്ളാഹ് അല്ലാത്തവർക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അല്ലെ ഞാൻ പറഞ്ഞ അല്ലെ, അതാണ് ശിർക്ക്, അല്ലെ? ആദ്യത്തെ ശിർക്ക്. ഇതിന് പറയാ എന്താ, ശിർക്ക് റുബൂബിയ്യ എന്ന് പറയും. ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെ ശിർക്ക് ഒരു വസ്തുവിന്, അള്ളാഹ്ക്ക് പുറമെ ഒരു വസ്തുവിന് അള്ളാഹുവിന്റെ ഗുണങ്ങളിൽപ്പെട്ട വല്ല ഗുണത്തിന്റെ ചെറിയൊരംശമുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ, ആ വിശ്വസിക്കപ്പെട്ട ഗുണമുണ്ട് എന്ന് വിശ്വസിക്കപ്പെട്ട വസ്തുണ്ടല്ലോ, അതിന്റെ പേരാണ് ഇലാഹ്. ഇനി തെറ്റുണ്ടെങ്കിൽ പറയാം. ഇനി ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ആ ഇങ്ങനെ വിശ്വസിച്ചതിന്റെ ഒരു തുടർച്ചയാണ് ചില കാര്യങ്ങളിൽ
ഇലാഹുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ആ ഇലാഹുകളോട് സഹായം ചോദിക്കും. ആ സഹായം ചോദിക്കുന്നത് അല്ലാത്തവരോടാകുമ്പോൾ അതിന്റെ പേരാണ് ശിർക്കും ഫിൽ ഉലൂഹിയ്യ. അപ്പം ഇത് എനിക്ക് ക്ലിയർ ആക്കി തരേണ്ട കാര്യം. ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇതിൽ പെടാത്ത വല്ല ഷിർക്കുൽ അക്ബറിൽ പെട്ട മില്ലത്തിന്ന് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ഷിർക്കിൽപ്പെട്ട, അതാണ് ചർച്ച. ഷിർക്കിൽപ്പെട്ട വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞു. ഇബ്നു ബാസിനോട് ഒരു ചോദ്യം. അല്ല ഇജ് പറഞ്ഞു ഈ ചോദ്യത്തോടു കൂടി ശരിയാണ്. ഇബ്നു ബാസിനോട് ഒരു ചോദ്യം. ഇപ്പൊ നമ്മള് രാവിലെ ഒരു ഹഫളത്തിന്റെ മലക്കിനോട് എന്നെ രാവിലെ എഴുന്നേൽപ്പിക്കാൻ ഒരു ഭൗതിക കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അത് ചോദിച്ചപ്പോൾ മൂപ്പര് കൃത്യമായി മറുപടി നൽകിയാണ് അത് അത് പാടില്ല. നിങ്ങളുടെ ഈ വാദപ്രകാരമാണെങ്കിൽ അവിടെ നിന്നാ മതി അല്ലേ? അവിടെ നിന്ന്, കാരണം പിന്നെ അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്, അനുവദനീയല്ല. കാരണം നബിയും സഹാബത്തും കാണിച്ചു തന്നില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഉടനെ മൂപ്പര് പറയണത് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. കാരണം അവരോടുള്ള സഹായം ചോദ്യം. ഇതിൽ നിങ്ങൾ ഈ പറയുന്ന ഏത് അസ്മായിലാണ്, ഏത് സിഫാത്തിലാണ്, നിങ്ങൾ ഈ പറഞ്ഞ താരീഫിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അവിടെ ശിർക്ക് വരുന്നത്? അപ്പം ചുരുക്കത്തിൽ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞ താരീഫ് ഞാൻ ഇപ്പൊ വിശദീകരിച്ച എന്താണ് ശിർക്ക് എന്ന് വിശദീകരിച്ചത് പരിപൂർണമല്ല എന്നാണല്ലോ ഇത് പറഞ്ഞത്. അവിടെ വെച്ച് പറഞ്ഞോണ്ടായിരിക്കും ഇനി എന്താ നമ്മൾ കൂട്ടേണ്ടത്? അതന്നെ എനിക്കും പറയാനുള്ളത്. അത് അല്ല നിങ്ങൾക്ക് അറിയോ അറിയാതിരിക്കല്ല. അതെ, ഇതൊരു ചോദ്യത്തിലൂടെ കൂടി ആവല്ലോ. ഇപ്പോൾ ഈ ഇബ്നു ബാസ് പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളെ ഈ താരീഫിന്റെ അടിസ്ഥാനത്തിലും എല്ലാം നിങ്ങളിപ്പോ പറഞ്ഞ മുന്നോട്ട് വെച്ച ഇതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഏത് ഇതിലാണ് അവര് പങ്കുചേർക്കുന്നതാണ് നമ്മൾക്കും സംശയം. അല്ല വളരെ ലളിതല്ലേ. എനിക്ക് എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിന്നെ എന്നോട് ഇതെങ്ങനെ ഇതിൽ പെടൂല എന്ന് ചോദിക്കരുത്. അത് സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. അല്ല, അത് ഞാൻ തർക്കിക്കുമ്പോഴല്ലേ. അത് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള രൂപമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇവിടെ ഒരു ഷെയ്ഖ് ഇങ്ങനെ ഒരു ഫത്വ പുറപ്പെടുവിച്ചു. ഈ ഫത്വയിൽ അവർ ശിർക്കാണെന്ന് പറയുന്നു. അവര് ഈ പറയുന്നതിൽ ഏതിലാണ് നമ്മൾ ശിർക്ക് ചെയ്യുന്നത്? ഇത് നിങ്ങൾ പറയുന്ന താരീഫിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അതല്ലാത്തൊരു രൂപവും എന്ത് വരുന്നുണ്ട്? മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ ഗൗരവമുള്ള കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിമായി. മനസ്സിലായി? ആൾ ആദ്യം ഒഴിവാക്കേണ്ട കാര്യം എന്താ? മനസ്സിലായി? അതിന് ഒരു പസുവിയും ഇല്ല, ഒരു ആയത്തും ഇല്ല. അതിന്റെ മുമ്പാണ് ഒരാൾ മുസ്ലിം ആകണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുർആൻ കേട്ട് അല്ലെങ്കിൽ അയാൾക്ക് പഠിച്ചോണ്ട് തൗഫീഖ് കൊടുത്ത് മുസ്ലിം ആകാൻ ആൾ ആദ്യം ചെയ്യുന്ന പണി എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ വഹീ ഇത് ഇറങ്ങി. നബിക്ക് ആദ്യം വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹ. മനസ്സിലായില്ലേ? ഖദീജ റളിയല്ലാഹു അൻഹ വിശ്വസിക്കുന്ന സമയത്ത് നബിക്ക് എത്ര ആയത്തായിരുന്നു? ഖദീജ റളിയല്ലാഹു അൻഹ ഈ 5 ആയത്താണ് ആകെ ഇറങ്ങിയത്. ആ വിശ്വാസം തനി കറകളഞ്ഞ തൗഹീദല്ലേ, ശിർക്കില്ലല്ലോ, ശിർക്ക് പോയില്ലേ. ഖദീജ റളിയല്ലാഹു അൻഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ പരിപൂർണ മുസ്ലിമായി, ശിർക്കുൽ അക്ബറിന് രക്ഷപ്പെട്ടു. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെയൊക്കെ അന്ന് ഇറങ്ങിയിട്ടേ ഇല്ലാത്ത ആയത്ത്, നബിയുടെ ജീവിതത്തിൽ നിന്ന് അവർ കൂടുതലൊന്നും കണ്ടിട്ടില്ലാത്ത സമയത്തും ഒരാൾക്ക് ശിർക്ക് ഒഴിവാക്കി തൗഹീദിലേക്ക് വരാൻ കഴിയും. ഇനി അതും പോട്ടെ, അതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ശിർക്ക് ഒഴിവാക്കിയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നബിയുടെ പിന്നീടുള്ള ഹദീസ് മനസ്സിലാവും. നബിയുടെ മക്ക മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ തൗഹീദ് ആൾക്കാർ ജീവിച്ചിരുന്നു. അവർക്കൊരു ഖുർആന്റെ ആയത്ത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരായത്ത് കിട്ടുന്നതിന്റെ മുമ്പോ ഒരായത്ത് പഠിക്കുന്നതിന് മുമ്പോ, ഞാൻ ആയത്ത് പഠിക്കണ്ടെന്നല്ലാട്ടോ പറയുന്നത്, മുമ്പോ ഒരു മനുഷ്യന് സാധാരണഗതിയിൽ ലളിതമായി മനസ്സിലാക്കുന്ന കാര്യമാണ് എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്. ഞാനിപ്പോ ആ ലെവലിലാണ്. മനസ്സിലായി? ഞാൻ ആ ലെവലിലാണ്. ഇപ്പൊ എനിക്ക് ഇത് പറഞ്ഞു തരുന്നത്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ആളാണ്. ഞാൻ എന്ത് ഒഴിവാക്കണം? അതിനു വേണ്ടി നിങ്ങൾ ഒഴിവാക്കാൻ പറയുന്നത് അദൃശ്യവും അബോധ്യവുമായ
ഈ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു. അതും നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി എന്റെ ഒന്നാമത്തെ വീക്കെന്നെ മതി. അപ്പൊ ശിർക്ക് എന്താണെന്ന് ഞാനിപ്പോ വിശദീകരിച്ചല്ലോ. ഇത് പറഞ്ഞതിനെ തന്നെ ഞാൻ എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിശദീകരിച്ചു ശിർക്ക് എന്താണെന്ന് പറഞ്ഞു. ആ ശിർക്ക് എന്താണ്? അള്ളാഹുവിന് പ്രത്യേകമായ എന്ത് കാര്യം എന്ത് കാര്യം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ആ കാര്യത്തിൽ ഒരംശം, ഏതെങ്കിലും ഒന്നിൽ ഒരംശം, ഏതെങ്കിലും അള്ളാഹു അല്ലാത്തതൊക്കെ അവന്റെ സൃഷ്ടികളാണ്, ഏതെങ്കിലും അവനല്ലാത്തവർക്ക് ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അയാൾ മുശ്രിക്കാണ്. അല്ലെ? വിശ്വാസത്തോടു കൂടി ഈ വിശ്വസിക്കപ്പെട്ട വസ്തുവിനോട് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുള്ളൂ, വേറൊരാളോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഈ ഒരു വിശ്വാസം ആദ്യം വെക്കണം. അപ്പോഴാണ് അത് ഇലാഹാണ്. ആ ഇലാഹിനോട് ഒരാള് അങ്ങോട്ട് ചെയ്യുന്ന ഒരു അപേക്ഷയാണ് ദുആ. ആ ദുആ ചെയ്താൽ അയാൾ എന്തായി? രണ്ടാമത്തെ അയാൾ ഉലൂഹിയത്തിൽ ചേർത്തു, ആദ്യത്തിൽ റുബൂബിയത്തിൽ ചേർത്തു. റുബൂബിയത്തിലെ ചേർത്ത് ഒന്നാമത്തെ. അപ്പൊ നബി അവരോട് ഒഴിവാക്കാൻ പറഞ്ഞത് ഇതാണ്. അതാ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുസ്ലിമാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതിലേക്ക് വല്ലതും ഇനി കൂട്ടാനുണ്ടോ? വിഷയമൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് വല്ലതും കൂട്ടാനുണ്ടോ ഇല്ലേ? ഞാൻ ഇപ്പൊ ഖദീജ ബീവിന്റെ ആ കാലഘട്ടത്തിലാണെന്ന് വിചാരിക്കും. ഇതിലേക്ക് വല്ലതും കൂട്ടാനോ ചുരുക്കാനോ ഉണ്ടോ? നമ്മൾക്ക് ഞാൻ പറയാനുണ്ട് സാറിന് എന്തോ ഒരു ഉറക്കം നടിക്കുകയാണോ ഇതൊന്നും അറിയില്ല. നമ്മൾക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്, അവിടെ കേരളത്തിൽ ഇപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ആ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം വന്നതാണ് ഈ പ്രശ്നം, അല്ലെ? ആ ലേഖനത്തോടു കൂടി പ്രശ്നം വന്നു. ഞാൻ അതിന്റെ അതിന്റെ ആദ്യത്തെ കാരണമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യം ശിർക്ക് എന്താ തൗഹീദ് എന്ന് വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം, ഈ തീരുമാനത്തിൽ സാലിമൊക്കെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ തീരുമാനത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ KNM-നും KJനും സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ പണ്ഡിതന്മാരെ കൂടെ എന്താണ് ആ തീരുമാനം? ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ശിർക്ക് എന്താണ് നീ പറഞ്ഞെന്നാണ്. അത് നമ്മൾ ഇതിൽ പെടുകയും പരിശോധിക്കുക. അല്ലെങ്കിൽ ആദ്യം പറയണത് ഇതിൽ പെടാത്ത ചില കാര്യങ്ങളുണ്ട്. അതല്ല എനിക്ക് പറഞ്ഞു തരണം. അത് ജമിയത്തുൽ ഉലമയോടും കൂടി നിങ്ങൾ ചോദിക്കേണ്ടി വരും ഈ കാര്യം. ജമിയത്തുൽ ഉലമ എടുത്ത ഫത്വ വളരെ പൂർണ്ണമാണ്. അത് അറബിയിലാക്കി. ജമിയത്തുൽ ഉലമ ഇവിടെ ഇല്ലല്ലോ. നമ്മളെ ചർച്ചയിൽ ജമിയത്തുൽ ഉലമ ഞാനുമായിട്ട് പിന്നെ സംസാരം നടന്നിട്ടുണ്ട്. ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ നടത്ത പഠനത്തിന്റെ എന്റെ ഇത് ഫ്ലാഷ് മെമ്മറി ഉണ്ടോ? ഇതൊന്ന് ഇമെയിൽ ചെയ്തു. അത് ഞാൻ വായിച്ചാളാം. നമ്മൾ അവരോട് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, മനസ്സിലായില്ലേ? അതെനിക്ക് തരാം. 82 പേജുണ്ട്. അത് ഇബാറത്തൊക്കെ അതിലുണ്ട്. അതിൽ തെറ്റുണ്ടെങ്കിൽ പിന്നെ ജിന്നോട് പറഞ്ഞ അത് വായിച്ചിട്ടേ നിങ്ങൾ എന്താ ഹമാക്കത്താ പറഞ്ഞത് ഇതിലില്ല. അതല്ല ഇതില് നിങ്ങള് പിന്നെ ഇതിലാണോ പറയുന്നത്? അല്ലല്ല, ജമിയത്തുലമയോട് എല്ലാം പറയണേ. ജമിയത്തുലമയ്ക്ക് മുമ്പ് തൗഹീദ് വേണം. ആ സമയത്ത് ഒരു പ്രശ്നം വന്നു, ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂവിനനുസരിച്ചാണ് പിന്നെ കാര്യങ്ങൾ നീങ്ങും, അല്ലെ? ഇവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂ അനുസരിച്ചാണ് തീരുമാനം ഉണ്ടാകുക. ഇതേപോലെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരു തീരുമാനം ഉണ്ടായതാണ്. അതിൽ നമ്മൾ സാലിമുക്ക ഞാൻ മരിച്ചാൽ പിന്നെ എന്ത് നിർത്തിയിരിക്കും? എല്ലാവരും മരിച്ചാൽ നമ്മൾ അല്ലല്ല, ഞാൻ മരിച്ചാൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തും. മനസ്സിലായോ? അപ്പൊ എന്റെ മനസ്സിൽ ഇപ്പോഴും ഞാനൊരു പരിപൂർണ മുസ്ലിമാണ്. ഒരു മിനിറ്റ്, ജമിയത്തുൽ ഉലമന്റേത് ഞാൻ അംഗീകരിക്കുന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു മിനിറ്റ്. അപ്പൊ ജമിയത്തുൽ ഉലമ ഈ ഫത്വ കൊണ്ടുവന്നത് ചില മുസ്ലിങ്ങളെയും കൂടി പുറത്താക്കാനാണ്. എനിക്ക് നിസ്കരിക്കുന്നു പറയണേ. ആര് പുറത്താക്കാനോ അതുപോലെ തന്നെ ഇതിനാണ് എല്ലാരും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവിടെ തീരുമാനിച്ചത്. അല്ലാണ്ട് സക്കരിയാണ് പുറത്താക്കിയത്. പക്ഷെ ഇവിടുന്നാണ് ഈ പുറത്താക്കൽ ഇവിടെ തീരുമാനം ഇത് വന്നപ്പോഴും പിന്നെ സക്കരിയ സ്വലായി അതിൽ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമ്മളെ പ്രശ്നത്തിൽ ആരും കൂടി പറഞ്ഞത്
അതായത് കൃത്യമായി അതിൽ ഒപ്പിട്ട് ഇതൊക്കെ ചെയ്തപ്പോഴും ഇവിടുന്ന് ചില കോളുകളും അതുപോലെ തന്നെ ഇവിടുന്ന് ചിലർ പോയപ്പോഴാണ് മൂപ്പര് പിന്നെ അയ്യപ്പനൊക്കെ ആയിട്ട് രൂപാന്തരപ്പെട്ടത് അല്ലെ? ഇങ്ങനെ പല ഇതും വന്നത്. പക്ഷെ വിഷയം അതിൽ നിന്ന് കൃത്യമായി ഒപ്പിട്ട് അതിൽ തീരുമാനമെടുത്ത് കെട്ടിപ്പിടിച്ച് എല്ലാവരും ഒത്തൊരുമിച്ചോട് പോയതാണ്. ആ പോയതിൽ നിൽക്കണം തന്നെ നമ്മൾ പറയുന്നത്. അല്ലാണ്ട് വെറുതെ പോയിട്ട് പോയാലും ഇത് തെറ്റാണ് എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട് ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഞാൻ പറഞ്ഞ എന്തുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഈ ആ ലേഖനം വായിക്കാൻ. എല്ലാവർക്കും കേൾക്കാമല്ലോ, നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം ഈ വിഷയത്തിൽ വരണമെങ്കിൽ ഞാൻ അതന്നെയാണ് നമ്മളെ വിഷയം. അതായത് കൃത്യമായി നമ്മൾ പറഞ്ഞു ഈ ഇതില് കാണുന്നു. ഞാൻ പറഞ്ഞത് ഈ ജമിയത്തിലുള്ള നമ്മൾ തൗഹീദിൽ എന്തെങ്കിലും കോട്ടം അതില് ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനം തന്നെ മതിയല്ലോ. പിന്നെ അതിനപ്പുറം പോകേണ്ട ആവശ്യമില്ല, കാട് കയറേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവരുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നതും ശിർക്കും ഹറാമുമാണ്. ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചിട്ടുണ്ട്. വളരെ ലളിതമായ ചോദ്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദൃശ്യവും അഭൗതികവും അല്ലെ? അത് അദൃശ്യമായത് കൊണ്ടാണോ അത് ശിർക്ക് വന്നത്? അത് അഭൗതികമായതുകൊണ്ടാണോ ശിർക്ക് വന്നത്? അത് തിരുത്തേണ്ടതുണ്ട്, അത് തിരുത്തേണ്ടതുണ്ട്. ഒന്ന് ഒരു വസ്തുവിന് നിങ്ങള് പറഞ്ഞിട്ടൊന്ന് തിരിച്ചണം. നിങ്ങളെ കയ്യിൽ വെച്ചോ. തർക്കമല്ലോ ഞാൻ മൂപ്പരോട് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ തർക്കാന്ന് വിചാരിക്കണ്ട. സംസാരം ഇങ്ങനെയാണ്. പിന്നെ ആ മൂപ്പരോട് കൃത്യമായി പറഞ്ഞത് എന്താ അറിയോ? ജമിയത്തുൽ ഉലമ ഞങ്ങളോട് തർക്കിക്കാൻ ഇതല്ല പറഞ്ഞു. ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. മൂപ്പരോട് ഞാൻ പറഞ്ഞില്ല ഇടപെടേണ്ടതുണ്ട്. അത് ഞാന് റൌഫും അവരുമായിട്ട് സംസാരിച്ചപ്പോഴേ ജമിയത്തുൽ ഉലമയുടെ സംഭവം വരുന്ന എപ്പോഴാണ്? ഇന്നലെ വിളിച്ചത്. നമ്മളിതൊക്കെ തീരുമാനിച്ചതിന് ശേഷം നമ്മൾ ഇന്നലെ വിളിച്ചത് ജമിയത്തുൽ ഉലമ എന്നുള്ളതിന്റെ എനിക്ക് ക്ലിപ്പിങ്ങൾ അയച്ചു തന്നപ്പോ ഞാൻ എന്താ അയച്ചു കൊടുത്തറിയോ? ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഈ ക്ലിപ്പിങ്ങൾ അയച്ചു തരുമ്പോ ഞാനത് നോക്കുന്നില്ല. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തമ്മിൽ വളരെ അടുത്താണ്. അതുകൊണ്ട് ഞാൻ ഒരു ക്ലിപ്പിംഗ് കൊണ്ട് അയച്ചു കൊടുത്തത്. അത് ഇയ്യാക്കൻ അഅ്ബുദു ഇയ്യാക്കൻ നസ്തഈൻ അത് അയച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു നമ്മൾ ഇനി ക്ലിപ്പിങ്ങൾ അങ്ങോട്ട് അയക്കാതെ ഈ വിഷയം നമ്മൾ രണ്ടുപേരും എഴുതിട്ട് മുഖത്തോട് മുഖം ഇന്ന് തീരുമാനിച്ച് സംസാരിച്ച അതിനുശേഷം ഇന്നലെ വിളിച്ച് അപ്പോ പിന്നെ ഇതിന്റെ ഒരു രൂപരേഖ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ജമിയത്തുൽ ഉലമ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ നമ്മൾ ഇതിനെ കൂടി സംസാരിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഏതായാലും ഇരിക്കാൻ തീരുമാനിച്ചാണ് എന്നെ ഞാനത് പറഞ്ഞുള്ളൂ. ഈ റൌഫ് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ജമിയത്തുൽ ഉലമയുടെ കാര്യം എനിക്ക് ഇതിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നത്. ഞാൻ അതിന് നിങ്ങളോട് എന്താ പറഞ്ഞത്? എന്റെ വിഷയം ആദ്യം നിങ്ങൾ അക്ബർ സാഹിബിന്റെ ഒരു ക്ലിപ്പ് അയച്ചു. ഇയാക്കൻ നസ്തഈൻ എന്താണ് വിഷയത്തിലേക്ക് വരുന്നതിനെ ഒരു കാര്യം. ജമിയത്തുൽ ഉലമയ്ക്ക് തിരിച്ചു പോകാനോ കേന്ദ്രമുക്ക് തിരിച്ചു പോകാനോ ആണോ ഈ ചർച്ച? അല്ല, നമ്മളതിനാണ് ചർച്ച. അല്ല, ഞാൻ അതിനല്ല ചർച്ച. ആരും മുസ്ലിം ഇപ്പൊ കാന്തപുരത്തിന് വരെ നമ്മൾ മുസ്ലിക്കാണോ ഇതാന്ന് നമ്മൾ അതല്ല നമ്മൾ ഈ ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ അപ്പുറത്തെ സെന്ററിൽ വർക്ക് ചെയ്യുന്നത്. കൃത്യമായി അല്ലെങ്കിൽ ഞാൻ ജബ്ബാർ മോനയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇതിനെ ബേസ് വെച്ച് മാത്രമാണോ ചർച്ച? ഇതിനെ ബേസ് വെച്ചിട്ട് ഞാൻ ചർച്ചക്കുള്ളൂ. നമുക്ക് തിരിച്ചു ഞാൻ കേരളം പുറത്ത് പോയിട്ടല്ലേ, പിന്നെ എങ്ങനെ തിരിച്ചു പോകാൻ? അതല്ല അല്ല ഋഷിഭായി, ഇത് നമ്മള് ഈ ജമിയത്തുൽ ഉലമന്റെ ഈ തീരുമാനത്തിൽ താലിമുക്ക് എതിർപ്പ് ഉണ്ടെന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. അതിൽ നമ്മളതിൽ അടിയുറച്ചിരിക്കുന്നു. അത് നമുക്ക് ചർച്ച. ഒരു മിനിറ്റ്, നമ്മൾക്ക് ഇത് ന്യായീകരണം വേണോ വേണ്ടെന്നുള്ള അല്ലെ, എനിക്ക് ശീർഷ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഇത്ര ഞാൻ നമ്മുടെ രണ്ടാളെ വിശ്വാസത്തില് എന്തെങ്കിലും കോട്ടം തെറ്റിയിട്ടുണ്ടോ പരിശോധിക്കണ്ടല്ലോ ഉണ്ടെന്നുള്ളതാണ് മാത്രം തെളിവ്. അതില് ഞാൻ പറഞ്ഞു അപ്പുറത്തും പോലെ ഫസ്റ്റ് പേജ് തന്നെ വെച്ചാൽ കുറച്ചു കാലമായി സമൂഹത്തിൽ ചോദ്യം രണ്ടാമത്തെ പേജാണ്. ആദ്യം വായിച്ചു നോക്കും. കുറച്ച് അതും ബന്ധപ്പെടുത്തണം. കുറച്ചു കാലമായി അല്ലല്ല നിങ്ങളായിരുന്നു പൂർണ്ണമായും ഇതിലേക്ക് വരാൻ കാരണം എന്താ? അതെന്തെങ്കിലും ആവട്ടെ, ജമിയത്തുൽ ഉലമ 10 വർഷം അതെങ്ങനെ എങ്ങനെയല്ലോ
ചുരുക്കും തൗഹീദും മാറാൻ ഒരിക്കലും മാറിയിട്ടില്ല. പറഞ്ഞു നമ്മൾ ചെറുപ്പത്തിലെ മുമ്പേ പഠിച്ച ഇതാണ് ജിന്നുകളോട് സഹായം തേടൽ ശിർക്കാണ്. അതല്ല എന്നുള്ള ഒരു വാദമാണ് നിങ്ങളിപ്പോ കുറച്ചു കാലമായി ജബ്ബാർ മൗലവി മലക്കിനോട് സഹായം തേടൽ ശിർക്കാണ്. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ജിന്നോട് മലക്കിനോട് ഞാൻ പറഞ്ഞത് ജിന്നിനോടും മലക്കിനോടും ഈ അദൃശ്യ ജീവികളോട് നമ്മളൊരു ഹെൽപ്പ് ആവശ്യം. നമ്മളൊരു അള്ളാന്റെ സൃഷ്ടികളാണ്, അള്ളാന്റെ സൃഷ്ടികൾ തന്നെ എല്ലാവരും, മലക്കായാലും ജിന്നായാലും പിന്നെ മൈദീശായാലും എല്ലാവരായാലും ആരാണ്? അള്ളാന്റെ സൃഷ്ടികളാണ്. അള്ള മാത്രമേ ഖാലിക്കുള്ളൂ, ബാക്കിയൊക്കെ മഖ്ലൂക്കാണ്. അല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ അദൃശ്യവുമാണ് അഭൗതികവുമാണ്. ഒരു ഗായിബിനോട് നമ്മളൊരു തലബ് നടത്തി കഴിഞ്ഞാൽ അത് ശിർക്കല്ലേ? ശിർക്കാണ് എന്നാണ് ഞാൻ പഠിച്ചത്. ഒരു ഗായിബിനോട് അംവാത്തിനോട് അവരോടൊക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ശിർക്ക് വരും. എന്തുകൊണ്ട് വരും പറഞ്ഞോണ്ട് എന്തുകൊണ്ട് വരുന്നു അതാണ് ഞാൻ എന്തുകൊണ്ട് വരുന്നുള്ളത് പൂർണ്ണ. അതിനു വേണ്ടിയാണ് ഞാനൊരു ഫത്വയും കൂടി അങ്ങനെയാണെങ്കിൽ അവിടെ ചോദിക്കണ്ടേ? ഖദീജയുടെ കാലത്താണ്, അപ്പൊ ഖദീജ ബീവി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ നിങ്ങൾ പറഞ്ഞ നേരത്തെ തെറ്റാണ്. അവരാരും ശിർക്ക് ചെയ്തിട്ടില്ല. അവര് വളരെ പിന്നെ അതിനുശേഷമുള്ള ഈ വിഗ്രഹാരാധനക്ക് ഒഴിവാക്കിയ ഒരു ടീം. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞത് തെറ്റാണ്. ഉമർ ഫാറൂഖ് ആളല്ല, ആ കാലത്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ശിർക്ക് എന്ന് പറഞ്ഞ അക്കാലത്തും ഇക്കാലത്തും എല്ലാ കാലത്തും ശിർക്കന്നെ. അതുകൊണ്ടാണ് പറയുന്നത് ഇതിപ്പോ ജിന്നിനെ വിളിച്ചാലും മലക്കിനെ വിളിച്ചാലും മൊയ്തീൻ ശൈഖിനെ വിളിച്ചാലും ശിർക്ക് ആകുമെന്ന് പറഞ്ഞു അല്ലെ? എന്തുകൊണ്ടാണ് ശിർക്കാണെന്നും കൂടെ പറഞ്ഞതാ. അത് ഒരു വിളിക്കുന്ന ടീം ഉണ്ടായിരുന്നല്ലോ. ഒരു വിളിക്കുന്ന ടീം ഉണ്ടെങ്കിൽ ആ വിളിക്കുന്ന ഇപ്പൊ നമ്മുടെ നാട്ടിൽ വിളിക്കുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിൽ വിളിക്കുന്നില്ല. പക്ഷെ ഇവിടെ വിളിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ വിളിച്ചിട്ടുണ്ട്. ആര്? ഒരു ടീം വിളിച്ചപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് എന്ന് പറഞ്ഞ ഷെയ്ഖിനോട് തന്നെ ചോദ്യം ചോദിക്കണം. അന്ന് ഇവിടുത്തെ പിന്നെ മുഫ്തി ആയിട്ടുള്ള. അപ്പൊ മൂപ്പര് പറയാണത് ശിർക്കാണ്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ചോദ്യം, എന്തുകൊണ്ടാണ് ഇതിന് ഭാഗത്ത് അവിടെ അത് അള്ളാഹുവിന്റെ ഇതിന് ചേർത്തോന്നല്ല മൂപ്പര് പറഞ്ഞത്? അത് പറഞ്ഞോണ്ടാ ഇജ് മനസ്സിലാക്കിയല്ലോ അതിലുള്ള ഷിർക്കിന്റെ കണി അതിലുണ്ട്. ഗായിബായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവര് ഗായിബാണ്. ഒരു ഗായിബിനോട് ഒരു കാര്യം ഒരു ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ശിർക്കിന്റെ കാര്യത്തിലാണ് വരിക. അതായത് പിന്നെ ദൃശ്യലോകത്തുള്ള മനുഷ്യൻ അദൃശ്യ ലോകത്തുള്ള ജിന്നിനോടോ മലക്കുകളോടോ ഒരു ഹെൽപ്പ് നമ്മളിപ്പോ ഇവിടുന്ന് ഒരാളോട് അപ്പുറത്തെ റൂമിലുള്ള ഒരാളോട് ചോദിക്കും പോലെയല്ലേ ഇവരോട് ചോദിക്കും. അവരോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ശിർക്കാണത്. കാരണം ഈ ഫത്വയും ആ ഫത്വയും എല്ലാ ഫത്വയും കൃത്യമായും ഫത്വവിന്റെ പറയുന്നത് ആ അല്ല അത് കൃത്യമായിട്ട് പറയണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ശിർക്ക് വരുന്നത്. ഈ ഫത്വന്റെ അടിസ്ഥാനത്തിലെ ശിർക്ക്. അപ്പൊ ഉമറുൽ ഫാറൂഖിന്റെ ഒക്കെ കാലത്തോ? ഏത് ഉമറുൽ ഫാറൂഖ് പറഞ്ഞത് അറിയാൻ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചാണ് ഉമറുൽ ഫാറൂഖിനോട് പറഞ്ഞു ഇത് ജിന്നി രഹസ്യമാക്കി വെക്കും. അപ്പൊ ഉമറുൽ ഫാറൂഖ് പറഞ്ഞാണ് ഞാൻ പണ്ട് ശിർക്ക് പരസ്യ അയക്കിയിരുന്നത് പോലെ ഞാൻ ഇതും പരസ്യമാക്കും. റസൂലിനോട് ധിക്കരിക്കല്ല, അദ്ദേഹത്തിന്റെ അവസ്ഥ പറഞ്ഞു. ഞാൻ പറയുന്നത് പണ്ട് ശിർക്ക് ചെയ്തിരുന്നു മനസ്സിലായില്ല. അപ്പൊ അവര് ചെയ്ത് ശിർക്കെന്ന അതാണ് അത് ഞാൻ പറഞ്ഞുതരാം. അവർ ചെയ്ത ശിർക്ക് എന്താ വെച്ചാൽ അള്ളാഹുവിന് പ്രത്യേകമായ ചില കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ചില സൃഷ്ടികൾക്കുണ്ടെന്ന് വിശ്വസിച്ചിട്ട് ആ സൃഷ്ടികളോട് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അവർ ചോദിച്ചു. അപ്പൊ ശിർക്കായി. അപ്പോ ഇത് ഞാൻ വരാം. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചില കാര്യങ്ങൾ അവർ ചോദിച്ചു. അപ്പൊ ശിർക്ക്. ഒരു മിനിറ്റ് മനസ്സിലായില്ലേ? ഇതുപോലെ ഞാൻ അക്കാലത്ത് ജീവിക്കുന്നവർക്കുള്ള തൊഴിലാണ്. ഇതുപോലെ ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ജിന്നിനോടും മലക്കിനോടും മൊയ്തീൻ ശൈഖിനോടും ചോദിച്ചാൽ അത് ശിർക്കാണെന്നും മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കല്ല പറഞ്ഞു. മനുഷ്യനോടിതോ അല്ല
ഫത്വ എപ്പോ വന്നതാ? അത് ഈ ഫത്വ നിങ്ങൾക്ക് എന്തായാലും പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ ഫത്വയിലേക്ക് നിങ്ങൾ വരാത്തത്. ഫൗണ്ടേഷൻ ഈ ഫത്വ അറബിയിലാക്കിയിട്ട് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതിനെതിരെ ഒരു ഫത്വ കൊടുക്കാനോ ഒരു അക്ഷരം ഉണ്ടാകാനോ കഴിയും. അത് വേറെ കാര്യമൊന്നല്ല, അത് നിങ്ങളെ കൃത്യമായിട്ടുള്ള കാര്യമാണത്. എന്താണ് ശിർക്ക് എന്ന് ആദ്യം നമ്മളാണ് തീരുമാനിച്ചത്. പിന്നെ നമുക്ക് ബാക്കി ഓരോന്നും തീരുമാനിച്ച് എളുപ്പമാണ്. അതിന്റെ ആ ഫൗണ്ടേഷനാണ് നമ്മൾ ഇടുന്നത്. എന്നാ ഓക്കെ, എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പറഞ്ഞല്ലോ ഈ വിഷയത്തിന് ഇത് കൂട്ടി ഇത് ചെയ്യണം. നിങ്ങൾ പറഞ്ഞു ഇതൊന്നും എടുക്കണ്ട അതൊന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതിന് നിങ്ങൾ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ. ഞാൻ ഇത്ര 80 പേജ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ കാണുന്ന ഒരു ശിർക്കുണ്ട് അല്ലെ, അതെന്താണ്? അള്ളാഹുവിന് പ്രത്യേകമായി ഉള്ള ചില ഗുണങ്ങൾ അല്ലെങ്കിൽ അവന് പ്രത്യേകമായുള്ള എന്തും റാത്തിലും സിഫാത്തിലും എന്തും അവന് മാത്രമേ ഉള്ളൂ. അത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അത്തരം കാര്യം അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും അതിന്റെ ഏതെങ്കിലും ഒന്നിന്റെ ഒരു അംശമുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അയാൾ അതോടുകൂടി മുശ്രിക്കായി. ആ വിശ്വസിച്ച വസ്തുവിന് അറബിയിൽ പറയുന്ന പേരാണ് ഇലാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുസ്ലിം ആകുമ്പോ പറയാം എനിക്ക് അല്ലല്ലാതെ ഇപ്പം വേറൊന്ന് പറഞ്ഞല്ലോ, ഒരു ഇലാഹ് എന്ന് പറഞ്ഞല്ലോ, വേറൊരു ഇലാഹ് എനിക്കില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമായി. അപ്പൊ ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്ത ഒരു ഇലാഹ്, അള്ളാഹുള്ള ഏതെങ്കിലും ഒരു ഗുണത്തിന്റെ ഏതെങ്കിലും ഒന്നിന്റെ ഒരു അംശം ആർക്കെങ്കിലും, അള്ളാഹ് മാത്രം വെച്ച ഗുണത്തിന്റെ ഏതെങ്കിലും ഒന്നിന്റെ ഒരു അംശം ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുക റുബൂബിയത്തിലുള്ള ശിർക്കായി. മനസ്സിലായില്ലേ? ആ വിശ്വസിച്ച വസ്തുവിനോട് ഇവനൊരു ആവശ്യപ്പെടുക. അവൻ എന്ത് ആവശ്യം ചോദിച്ചാലും നേർക്കുനേരെ ചോദിച്ചാലും, മനുഷ്യനാണെങ്കിലും നേർക്കുനേരെ ചോദിച്ചാലും അല്ലെങ്കിലും അവനൊരു ആവശ്യം ചോദിച്ചാൽ അതിന് ഉലൂഹിയത്തിലുള്ള ശിർക്ക് എന്ന് പറയും. ഇത്ര ഞാൻ ശിർക്ക് മനസ്സിലാക്കി. ഇനി ഇതിപ്പോ പറഞ്ഞു ജിന്നിന് അദൃശ്യരും അഭൗതികരുമായ ജിന്നിനോടോ മലക്കിനോടോ പിന്നെ വല്ല കാര്യം ഒരാൾ ചോദിച്ചാൽ അയാള് ചുരുക്കാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ അത് അംഗീകരിക്കാണ് പറയുമ്പോ അതിനൊരു എക്സ്പ്ലനേഷൻ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ എങ്ങനെയാണ് ചുരുക്കാകുന്നത് അതും കൂടി പറഞ്ഞാൽ. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഇത് ആര് പറഞ്ഞ? നിങ്ങളിപ്പം പറഞ്ഞു ഇത് ഏത് തൈലി, നിങ്ങളിപ്പോ പറഞ്ഞ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു ചുരുക്കിന്റെ ഒരു കാര്യം. ഇത് ആര് പറഞ്ഞാണ്? അതാണെങ്കിൽ ഏത് ഇതിലാണ്? ഷിർക്ക് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ. അല്ലല്ല റൌഫ് എന്ന് എനിക്ക് പറഞ്ഞുണ്ടോ? എന്താണ് എനിക്ക് ഇതിന്റെ ആര് പറഞ്ഞ താരിഖൊന്നും ഇന്ത്യ ഇല്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഈ പിന്നെ പ്രശ്നം ഉണ്ടായതും ഇത് മനുഷ്യരോട് ചോദിക്കുന്നതിലൊന്നല്ല ഉണ്ടായത്. ഇപ്പൊ ഇവിടെ ജബ്ബാർ മൗലവി കൃത്യമായിട്ട് പറഞ്ഞത് എന്താ? കാര്യകാരണത്തിനുള്ളിലാണ് ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. ഇപ്പൊ അസീസ് കേടുണ്ട്, ഗഫൂർ ഉണ്ട്, ഇവരൊക്കെ ഉള്ള പോലെ ഇവിടെ ആരുണ്ട്? ജിന്നുണ്ട്. അപ്പൊ തന്നെ എന്റെ ശബ്ദപരിധിയിലുള്ള ഈ ജിന്നിനോട് ഞാനൊരു പ്രതിസന്ധി, എന്റെ വാഹനമൃഗം പോയി, അതല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിച്ചായാണ്, ആ സമയത്ത് കരക്കുള്ള ഒരു ജിന്നുണ്ട് എന്ന വിചാരത്തിൽ അവരോട് ഹെൽപ്പ് ആവശ്യപ്പെട്ടാൽ ഈ പറയുന്ന താരീഫിനനുസരിച്ച് എന്തുണ്ടാവില്ല? ശിർക്ക് വരൂല എന്നല്ല അവര് പറഞ്ഞ. ഞാൻ പറഞ്ഞ താരീഫ് തെറ്റ് നയിച്ചൊന്ന് പറഞ്ഞുണ്ടോ? അപ്പൊ താരീഫ് പറയാൻ തെറ്റ് അറിയാൻ വീണ്ടും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഞാൻ ആദ്യം ഒരു പോയിന്റ് നിങ്ങൾ പറയുന്ന പോയിന്റിലേക്ക് വരാൻ ഒരു പോയിന്റിലേക്ക് നമ്മളും വരുന്നു. ഒരു പോയിന്റിലേക്ക് നമ്മൾ വളരെ കൃത്യമായിട്ട് വന്നു. അവിടെ ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തു. ഈ പോയിന്റിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. ഇതിൽ വല്ല ഇതും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്നാണ് പറഞ്ഞത്. ഇതിലുണ്ടെങ്കിൽ ഒരു വേറെ വിഷയമില്ല. അത് ഞാന് ഇതില് ഞാൻ മൂപ്പരോട് സക്കാത്ത് ഇതൊക്കെ പിന്നെ ഞാൻ മൂപ്പരോട് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഈ ചർച്ച വരാൻ ഒരു കാരണമുണ്ട് അല്ലേ? അത് പറഞ്ഞു. ഈ ചർച്ച വരാൻ ആദ്യം പിന്നെ
MM അക്ബർ സാഹിബിന്റെ ഒരു ക്ലിപ്പ് മൂപ്പര് അയച്ചു തന്നു. അതിന് മുമ്പ് നമ്മൾ എപ്പുറം അവിടുത്തെ ഇദ്രീസ് മൗലവിന്റെ മറ്റുള്ള പ്രോഗ്രാമിന് അയച്ചു കൊടുക്കലുണ്ട്. അതിനുശേഷം മൂപ്പര് ഒരു ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ വേറൊരു ക്ലിപ്പ് മൂപ്പർക്ക് അയച്ചു കൊടുത്തു. മൂപ്പര് പറഞ്ഞു ഇതിനെല്ലാം മറുപടി. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ യൂട്യൂബില് MM അക്ബർ സാഹിബ് തന്നെ അത് വിവരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ലിങ്കിന്റെ പേരും കൂടി പറഞ്ഞു കൊടുത്തത്. കാരണം എനിക്ക് എടുക്കാൻ അറിയില്ല എന്നെ. അത് ലിങ്കിന്റെ പേര് അതും കൂടി നിങ്ങൾ പറഞ്ഞു. കാരണം പറഞ്ഞാൽ ഇപ്പൊ സാലിമുക്ക ഒരു കാര്യം പറഞ്ഞാൽ സാലിമുക്കയാണ് വിശദീകരിക്കും. അക്ബർ സാഹിബ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരാണ് വിശദീകരിക്കുന്നത്, അല്ലാതെ MT വിഷൻ അല്ല. അത് ഞാൻ മൂപ്പരോട് പറഞ്ഞു കൊടുത്തിട്ട് അത് ഇത് ചെയ്തു. പിന്നെ മൂപ്പര് പറയാണ് പിന്നെ നമ്മള് ഒരു സ്ഥലത്തുള്ളവരാണല്ലോ അല്ലെ, അതുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇരുന്നിട്ടൊന്ന് ഇത് ചെയ്തൂടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ നല്ല കാര്യം തന്നെയാണ്. അവിടെയാണ് ജമിയത്തുൽ ഉലമ പറഞ്ഞത്. അതിന് ഞാൻ പറയാണ് പിന്നെ താങ്കള് ഈ കേരള ജമിയത്തുൽ ഉലമ KJU എടുത്ത തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. അത് ശിർക്കാണ്, അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോടുള്ള സഹായത്തേറ്റം ശിർക്കും ഹറാമുമാണെന്ന KJUവിന്റെ കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അത് ഇല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അപ്പുറം നിൽക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ ഒരു ചർച്ച നല്ലൊരു കാര്യം തന്നെയാണ്, അത് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞ ആ ഒരു സമയം അങ്ങനെയാണ് ഈ ചർച്ചയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമാണ് ഈ ഫത്വ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ചർച്ച മുന്നോട്ട് പോകേണ്ടത്. നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കേട്ടിരിക്കുമ്പോ സാലിമുക്ക വീണ്ടും വിഷയത്തിന് പോവാ. സാലിമുക്ക ഒരു കാര്യം വിശദീകരിക്കുന്നവരെ അതോടൊപ്പം കേട്ടിരിക്കുന്ന വിശദീകരണം. അപ്പൊ സാലിമുക്ക ആ തൗഹീദ് വിശദീകരിച്ചതിൽ സാലിമുക്ക മനസ്സിലാക്കിയ തൗഹീദ് സാലിമുക്ക വിശദീകരിച്ചു. ഇനി അപ്പൊ അദ്ദുറഫ് മനസ്സിലാക്കിയ തൗഹീദ് അദ്ദുറഫ് എന്ന് വിശദീകരിച്ചു വിഷയത്തിന് നമ്മൾ മനസ്സിലാക്കിയ തൗഹീദ് കൃത്യമായിട്ട് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കിയ തൗഹീദ് കൃത്യമായി നമ്മൾ പറഞ്ഞു. തൗഹീദ് പറഞ്ഞ ചെറുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, തൗഹീദ് കൃത്യമായി പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ കൃത്യമായിട്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലായാലും അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടും. എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ മുഴുവൻ എല്ലാം അള്ളാഹിനോട് മാത്രമേ സഹായം നമ്മൾ തേടും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും. അതിനൊന്നാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഈ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു കൊടുത്ത നബി പറഞ്ഞ മോനെ ഞാൻ നിനക്കൊരു 2 കലിമത്ത് പഠിപ്പിച്ചു തരാം. ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് മോനെ നീ അള്ളാഹിനോട് മാത്രം ചോദിക്കും. ഇതാണ് എന്റെ കുട്ടിനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനെതിരെ ഒരു ജിന്നിനോടോ അതല്ലെങ്കിൽ മലക്കിനോടോ അവരുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ അത് അതും ശിർക്കാണെന്ന് ഞാൻ കുട്ടിനോട് പറഞ്ഞു കൊടുക്കും. അതും ശിർക്കാണെന്ന്. അത് നിങ്ങള് ചില ആൾക്കാർക്ക് അത് പറയാനും മടി. അതുകൊണ്ടാണ് ജമിയത്തുൽ ഉലമ ഈ എടുത്ത തീരുമാനത്തിൽ അവരെ കൂടെ നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ വിശ്വകാരുടെ കൂടെ നമ്മൾ ഏതോ വിജയ സ്റ്റെപ്പ് മേലക്കന്ന് തുടങ്ങണത് അതിന്റെ ഒന്നും കൂടെ താഴത്തുനിന്ന് തുടങ്ങി. ഇത് ശിർക്കാണ് ശിർക്കല്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നതല്ല, എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അഡീഷൻ വേണമെങ്കിൽ അത് എനിക്ക് പറയാം. അത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അംഗീകരിക്കുകയാണ്. ഇതിനോട് ഇനി എവിടുന്നാണ് ഇതിന്റെ ഇബാറത്തൊന്നും ചോദിക്കണ്ട, കാരണം എനിക്കറിയില്ല. പറയട്ടെ, ഈ സാലിമുക്കൈ പറഞ്ഞതില് ന്യായമുണ്ടോ ന്യായമില്ല അത് പറഞ്ഞാൽ മതി. സാലിമുക്കൈ പറഞ്ഞപ്പോ എന്താണ് ശിർക്ക് സാലിംഖാന്റെ അറിവിനനുസരിച്ച് പറഞ്ഞു. അതല്ലേ മനസ്സിലാവണത്. അല്ല ഞാൻ ഇതിന്റെ ഭാഗമായിട്ടില്ല പറഞ്ഞത്. പുറത്ത് നിൽക്കുമ്പോ സാലിംഖ പറഞ്ഞത് എല്ലാം ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. സാലിംഖ പറഞ്ഞ കാര്യം ശരിയല്ലെങ്കിൽ അത് ഒന്ന് തിരുത്തി കൊടുക്കാൻ ഈ ഭാഗത്ത് നിന്ന് റൌഫിന് ബാധ്യത ഉണ്ടല്ലോ. ഞാൻ തിരുത്തി കൊടുത്തല്ല, ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നു. ഈ ജിന്നും മലക്കും ഇവിടെ ജിന്നാവശ്യം മലക്ക് ജിന്നാക്കാം. ഈ ജിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമാണ്. അതുകൊണ്ട് തന്നെ അവരോട് ഹെൽപ്പ് ആവശ്യപ്പെട്ടാൽ അത് ശിർക്ക് തന്നെയാണ്. കാരണം പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ അദൃശ്യാഭൗതികമാണ്. അവരോടൊരു ഹെൽപ്പ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ശിർക്ക് തന്നെയാണ്. ഇബ്നു ബാസിന്റെ ഫത്വയിലെ തെളിവാണ്. കാരണം സൂറത്ത് ജിന്നിലെ ആയത്തിൽ കൃത്യമായി പറയുന്നു അവരുടെ ആദത്തായിരുന്നു, അവരുടെ ഒരു സ്വഭാവമായിരുന്നു ഒരു വാദിയിലോ മറ്റോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഹാജറുള്ള അല്ലെ ഈ നമ്മുടെ ശബ്ദപരിധിയിലുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് എന്താ ചോദിക്കുന്നവര്, അതായത് അവരുടെ മോട്ടന്മാരെ ചില പ്രശ്നങ്ങളുള്ള ജിന്നുകളിൽ നിന്ന്
നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള എളുപ്പം ഒരു മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. അതില് അള്ളാന്റെ മാലായത്തുർ അലൈഹില്ലല്ലാ, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം എന്നല്ല ചോദിച്ചത്. അവരടിയിലുള്ള ഒരു കാര്യമാണ് അവർ സ്വാഭാവികം ചെയ്തത്. പക്ഷെ അതിനെയും അത് ശിർക്കാണോ? ശിർക്കൻ. അതിനെയും ശിർക്കാണെന്ന് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് എന്തുകൊണ്ടായി? അതെല്ലാം അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചു, അതുപോലെ ആയി. അല്ലാണ്ട് വേറെ ആരെങ്കിലും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരു താരീഫോ ഇതിന്റെ ആവശ്യമില്ല. അള്ളാഹ് പഠിപ്പിച്ചു, മാ കാലല്ലാ മാ കാല റസൂൽ. നമ്മളത് കേട്ട് നമ്മളത് വിശ്വസിക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്താണ് അതിന്റെ താരീഫ്, എന്താണ് ഇതെന്ന് ചോദിച്ചില്ല. അവര് ആരാധിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? ഇസ്ലാമായി വന്നു. അപ്പൊ അതിന്റെ താരീഫ് എന്നാ, അതിന്റെ ഇതെന്താണ്, ശിർക്കിന്റെ ഇതെന്താണ്, അതൊന്നും പറഞ്ഞെടുത്തില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കൃത്യമായി പറഞ്ഞപ്പോ സ്വാഭാവികമായും അദൃശ്യമായി ഈ ശക്തി വ്യക്തി ആരാകട്ടെ അവരോട് സഹായം തേടുന്നത് സ്വാഭാവികമായിട്ട് അത് പോകും. ആ ലാ ഇലാഹ അള്ളാഹനെ മാത്രമേ അവലംബിക്കും. ഇതാണ് നമ്മളുടെ കൃത്യമായ വിശ്വാസവും കാര്യങ്ങളും. അതിനിങ്ങനെ അതെന്തുകൊണ്ടായി, ഇതെന്തുകൊണ്ടായി, അതൊന്നും ചോദ്യത്തിലേക്ക് ഇതല്ല. അതെന്തുകൊണ്ടായി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സൂറത്തുൽ ജിന്നിൽ പറഞ്ഞത് എന്തുകൊണ്ടായി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. തൗഹീദും ശിർക്കും തിരിയുന്നത് അതുകൊണ്ടാണ് ഞാൻ 1-ാം തീയതി പറഞ്ഞത്. മനസ്സിലായില്ലേ? മുഹമ്മദ് നബിക്ക് മുമ്പ് വരെയുള്ള തൗഹീദും ശിർക്കും ഒന്നല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കാര്യം, ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ പുറത്ത് വല്ലതും ഉണ്ട് ഇങ്ങോട്ട് പറഞ്ഞെന്നതാണ്. ബാക്കി ആയത്തിലേക്കൊക്കെ വരും. ഒരു വിഷയത്തെ ആ വിഷയത്തെ ഞാൻ പറഞ്ഞത് മരിച്ചവരോട് സഹായം ചോദിക്കുക അല്ലെ, അത് ശിർക്കാണെന്ന് എല്ലാവരും ഞാനും വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടുള്ളത്? ഒരു മിനിറ്റ്, അത് മരിച്ചവരോട് സഹായം ചോദിക്കാനുള്ള ശിർക്കിന്റെ ലിസ്റ്റിൽ 1, 2, 3 അറിഞ്ഞ് കണ്ടോണ്ടല്ല, ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. ഗായിബായി നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഹാലിർ അല്ലാത്ത മറ്റൊരു ലോകത്തുള്ള നമ്മളുടെ ഇത് കേൾക്കാൻ കഴിവില്ലാത്ത ഒരു വസ്തുവിനോട് സഹായം ചോദിക്കുക. എങ്ങനെ ശിർക്ക് വരുമെന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കാണ് വിദൂരതയിൽ നിന്ന് യാതൊരു മീഡിയും ഇല്ലാതെ അള്ളാഹ്ക്കാണ് അത് കേൾക്കാൻ കഴിയുന്നത്. മനസ്സിലായി? ആ കഴിവ് മൊയ്തീൻ ഷെയ്ഖിനുണ്ട് എന്ന് സങ്കല്പിച്ചത് കൊണ്ടാണ് അയാൾ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് കേട്ടോ, അല്ലാതെ വിളിക്കൂല. മൊയ്തീൻ ഷെയ്ഖിനുണ്ട്. ഇജു ഞാനും മരിച്ചാൽ ഓല് വിളിക്കൂല, കാരണം നമുക്ക് ആ കഴിവുണ്ടെന്ന് ഓല് വിശ്വസിക്കുന്നില്ല. ആ മൊയ്തീൻ ഷെയ്ഖിനുണ്ട്, റിഫാഖ് ഷെയ്ഖിനുണ്ട്, അതുപോലെ വിശ്വസിച്ചത് കൊണ്ടാണ്. അപ്പൊ തൗഹീദുൽ ഉലൂഹിയ്യയിൽ 1-ാമത് അവർ ശിർക്ക് ചെയ്തു. അതുകൊണ്ടാണ് അവർ ആ വിശ്വസിച്ച വസ്തു അവരുടെ ഇലാഹായി. ആ ഇലാഹിനോട് അവർ ചോദിക്കണം, എന്ത്, എനിക്ക് നിങ്ങളുടെ അപകടത്തിൽ രക്ഷിക്കണേ. മനസ്സിലായില്ലേ? അവർ രക്ഷിക്കണേ. അപ്പൊ അതാ ഉലൂഹിയയിൽ ശിർക്ക് ചേർത്തു. അതുകൊണ്ടാണ് മൊയ്തീൻ ഷെയ്ഖിനെ രക്ഷിക്കണേ എന്ന് പറയുന്നത്. ആ വിശ്വാസം ഉള്ള ഒരു മനുഷ്യൻ പറയുമ്പോൾ വിശ്വാസത്തിൽ മുശ്രിക്കായി, ചോദ്യത്തിലൂടെ അയാൾ ഉലൂഹിയയിൽ ശിർക്ക് ചേർത്തു. കൊടുക്കണ്ട അല്ല, ഓക്കെ, മനസ്സിലായില്ലേ? ഇത് ഇനി ജിന്നിനോടാണ് ഇങ്ങനെ നിങ്ങൾ ചോദിക്കണേ വിചാരിച്ചു, ശിർക്കാണ്. മനുഷ്യനോടാണെങ്കിലും ശിർക്കാണ്, ഒരു കല്ലിനോടാണെങ്കിലും ശിർക്കാണ്. അതുകൊണ്ട് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്, ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് ഇവിടെ വാദം ഇല്ല. ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കാകുന്നതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നത് ഇല്ല, ശിർക്കല്ലാത്ത. അതാണ് ഞാൻ കേരളമ്മന് തുറന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേറെ കാര്യം ജായിദായതില്ല. എന്താണെങ്കിലും ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതും ഉണ്ട്. അതിൽ ശിർക്കായതുണ്ട് എന്ന് പറയുമ്പോ ഞാൻ അപ്പൊ പറഞ്ഞ ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖിനോട് വിളിക്കുന്ന ശിർക്കാണെന്ന് പറഞ്ഞു. മൊയ്തീൻ ഷെയ്ഖിനോട് വിളിക്കുന്നത് ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതും ഉണ്ടായിരുന്നു. മനസ്സിലായോ? മൊയ്തീൻ ഷെയ്ഖ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പുകാൻ പോകുമ്പോ അടുത്ത് മൊയ്തീൻ ഷെയ്ഖിന്റെ ഒന്ന് പിടിച്ചുവിടുക പറഞ്ഞാൽ ശിർക്കല്ലാത്തതാണ്. കാരണം എന്താ? അള്ള സൃഷ്ടികൾക്ക് വിതരണം ചെയ്ത ഗുണങ്ങളിലാണ് സഹായം ചോദിച്ചത്. എന്നാൽ മരിച്ചതിന് ശേഷം അയാൾ ഈ സ്ഥലത്തില്ല, ബർദത്തിലാണ്. അപ്പൊ ഞാൻ വിളിച്ചാൽ, വിളി ഒച്ച വേണ്ട, ഹൃദയത്തിൽ നിന്ന് അത് വിളിച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് കേൾക്കുന്നു, വിശ്വസിക്കും. ഇത് അള്ളാഹ്.
അതുകൊണ്ട് ശിർക്ക് വന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തുകൊണ്ട് ശിർക്ക് വന്നില്ല? അതുകൊണ്ട് വന്നു. അല്ലെ? ഇങ്ങനെ നിങ്ങൾ ജിന്നിനോട് ചോദിക്കുന്നത് അള്ളാന്റെ വല്ല ഗുണങ്ങളിൽ പെട്ടത് അവന് പ്രത്യേകമായി വെച്ച ഒരു കാര്യം ജിന്നിന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ വിശ്വാസത്തോട് കൂടി അവൻ ചോദിക്കേണ്ടവൻ മുശ്രിക്കാണ്. മനസ്സിലായില്ലേ? മാലക്കിനോട് മനുഷ്യനോടാണെങ്കിലും മുശ്രിക്കാണ്. മനുഷ്യനോടാണെങ്കിലും മുശ്രിക്കായി മാറി. അതുകൊണ്ടാണ് ശിർക്ക് വരുന്നത് ഓരോ വിഷയത്തിലും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങനെ ഇപ്പൊ ജിന്നിനോട് സഹായം ചോദിച്ചു അദൃശ്യരും അഭൗതികരുമായ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. മനസ്സിലായില്ലേ? ശിർക്ക് ആകാത്തതും ഉണ്ട്, ആകുന്നതും. ഒരു മിനിറ്റ് ഇത് കേൾക്ക്. ഏതുപോലെ മൊയ്തീൻ ഷേഖ് ജീവിച്ചിരുന്ന കാലം അവര് പറയട്ടെ. അല്ലെ, ഞാൻ പോയിന്റിലേക്ക് വരുന്നു. എനിക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ റീബട്ട് ചെയ്തോ, അതിന് പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാകുന്നതും ആകാത്തതും ഉണ്ട് എന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. മനുഷ്യനോട് ഞാൻ ഇപ്പൊ മൊയ്തീൻ ഷേഖിന്റെ എനിക്ക് പറഞ്ഞു ഇല്ലേ? മൊയ്തീൻ ഷേഖിന്റെ പറഞ്ഞു. ഇനി എന്റെ ചോദ്യം ഈ വിഷയത്തിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ എങ്ങനെ മൊയ്തീൻ ഷേഖിനെ വെച്ചാൽ ശിർക്ക് വരും എന്ന് ഞാൻ ഇപ്പൊ വിശദീകരിച്ചത്, ശിർക്ക് വരുന്നതിന്റെ ഇത് ലൈന് വിശദീകരിച്ചതിൽ വല്ല അബദ്ധമുണ്ട്? ഇല്ലല്ലോ. നിന്റെ രണ്ടാമത്തെ ചോദ്യം, മൊയ്തീൻ ഷേഖ് ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹായം ചോദിച്ചാൽ ശിർക്ക അത്തരം കാര്യത്തിൽ ശിർക്കാവും? ജീവിച്ചിരിക്കുന്ന ഏത് കാര്യത്തില്? നേരത്തെ പറഞ്ഞ വീടാൻ പോകുമ്പോൾ കുറിച്ചാൻ പറഞ്ഞത് അടുത്തുള്ള മൊയ്തീൻ ഷേഖിനോട് ആവൂല. സമ്മതിച്ചില്ലേ? അപ്പൊ മൊയ്തീൻ ഷേഖിനോട് സഹായം ചോദിക്കും. ഒരാൾ പറയണം മൊയ്തീൻ ഷേഖിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാകുന്നതും ഉണ്ട്, ശിർക്കല്ലാത്തതും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ മുഴുവൻ കേൾക്ക്. അതില് പിന്നെ ഇപ്പോഴുള്ള മൊയ്തീൻ ഷേഖിനോട് സഹായം ചോദിക്കണമെങ്കിൽ പെടൂലേ? ശിർക്കല്ലാത്ത സഹായം ഇപ്പൊ ചോദിക്കാൻ പറ്റുമോ? മൊയ്തീൻ ഷേഖിനോട് ചോദിക്കുന്ന ചോദ്യം അത് ശിർക്കായതും ശിർക്കല്ലാത്തതും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കൂല. ഇപ്പം എല്ലാം ശിർക്കാണ് നമ്മൾ പറയും. ഇപ്പം ഇതേപോലെ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് അത് അടുത്തുണ്ടെന്ന് വിചാരിച്ചാലും അകലത്തുണ്ടെന്ന് വിചാരിച്ചാലും ഇവിടെ ഉണ്ടെന്ന് മനസ്സിൽ കരുതിയാലെല്ലാം ശിർക്ക് തന്നെ. കാരണം എന്താ? അമ്മൽ ജിന്നു ഫഹുക്കുമു ഹാളിരിഹിം കഗായിബിഹിം ലാ തജൂദുൽ ഇസ്തിയാനതു ബിഹിം ഫീ ശൈഇൻ മിനൽ അശ്യാഇ. തീർച്ചയായും ജിന്ന് അവരെ ഹുക്കുമ് അവര് ആളിർ ഉണ്ട് എന്ന വിചാരം ഉണ്ടെങ്കിലും ഗായിബിന്റെ അതേ ഹുക്കുമ് തന്നെയാണ്. അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ശിർക്കുമാണ്. ഞാൻ പഴയ കാലത്താണ് നിങ്ങൾ പറയുന്നത് ഇവിടെ ഉള്ള ഒരു മനുഷ്യനെ ഇത് ചെയ്തിട്ട് വേറൊരു ജീവനെ രണ്ടും കൂടി കമ്പയർ ആകുക നിങ്ങളെ വലിയ പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫത്വ കൃത്യമായി ഞാൻ അടുത്തൊരു കാര്യം പറയട്ടെ. ഇനി നോക്ക്, ഇനി ഈ ഫത്വ വെച്ച് കൊണ്ടുവന്നപ്പോ ഒരു ചോദ്യം. ജിന്ന് പറഞ്ഞത് നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യം ആട് വിട്ടാളാ, അദൃശ്യം തന്നെ, അത് നമുക്ക് ബാധകല്ല. ആയിക്കോട്ടെ, അദൃശ്യവും അഭൗതികവുമാണ്. അപ്പൊ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? എല്ലാ അദൃശ്യമായതും ഇതിൽ പെടും. അത് ശിർക്ക് വരുമ്പോ അത് നമ്മള് പിന്നെ എന്താണ് അതൊക്കെ നമ്മളെ കുരുട്ടാണ്. നമ്മളെ ഈ എന്തോ ഒരു വാദം കണ്ടുപിടിച്ചത് അത് വിഷയം മനസ്സിലാക്കുക വളരെ കൃത്യമായിട്ട് എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള ഏത് നാടനോട് ചോദിച്ചാലും അവര് അദൃശ്യമാണ് അബോധിയാണ്. അവരോട് ചോദിച്ചാലും ശിർക്കാണിടോ എന്നെ പറയുന്നത്. ഇപ്പൊ വിസ്തംകാരോട് ചോദിച്ചാലും ശിർക്ക് തന്നെ. പിന്നെന്താ ഇതിൽ നിൽക്കുന്നത് നിങ്ങൾക്ക്? ഒരു മിനിറ്റ് അത് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പ്ലിറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യം വേറെ ഉണ്ട്, പറഞ്ഞുതരാം. ഇനി എന്റെ ചോദ്യം, ജിന്ന് യഥാർത്ഥത്തിൽ അദൃശ്യമാണ്? ജിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ്. രണ്ടാമത്തെ കാര്യം, കാരണം നമ്മക്കാണ് ഹുക്കുമേലും ബാധകം, അല്ലാതെ അതിനല്ല. നമ്മൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും സാലിമിക്കാനെ സംബന്ധിച്ച് സാലിമിക്കാണ് ഖബറിലുണ്ടാവുക അല്ലെ? അപ്പൊ നമ്മളോടാണ് ചോദ്യം, നീ ഒരു ഹെൽപ്പ് ആവശ്യപ്പെട്ടാൽ അപ്പൊ എന്നോടാണ് അള്ളാഹ് ചോദ്യം എന്നോടാണ്.
അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അദൃശ്യ ഭൗതികവുമാണ്. അപ്പൊ എന്റെ ആ ചോദ്യം ചെറുക്കാണെന്ന് ഞാൻ പറയും അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ജിന്ന് അഭൗതികമാണ് എല്ലാ സമയത്തും എല്ലാവർക്കും? ജിന്ന് മനുഷ്യനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യ ഭൗതികമാണ് അല്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത്. എന്റെ ചോദ്യം ഒരു കാര്യം പറഞ്ഞുതരാം. ഒറ്റ വളരെ ലളിതമായ ഒരു കാര്യം, വളരെ ലളിതമായ ഇത് അഭൗതികം എന്ന് പറഞ്ഞു, പിന്നെ അല്ലെങ്കിൽ അദൃശ്യം എന്ന് പറഞ്ഞു, അറബിയിലൊന്ന് പറഞ്ഞു. ഖുർആൻ അറബിയിലല്ലേ? ഒന്ന് അറബിയിൽ പറഞ്ഞു. അമ്മൽ ജിന്നു فحكم حاضرهم كغائبهم لا تجوز الاستعانة بهم في شيء من الأشياء. തീർച്ചയായും ജിന്ന് അവരെ ഹുക്കും എന്താണ്? അവര് ഹാലിറാണ് എന്ന് വിചാരം ഉണ്ടെങ്കിലും ഗായിബിന്റെ അതേ ഹുക്കുമാണ്. ഗായിബിന്റെ ഏതിനാണ് ഈ പറഞ്ഞ അഭൗതികം എന്നുള്ള ഏതിനായാലും വാക്കാണ് അവര് ഗായിബ് അവിടെ അഭൗതികം എന്നുള്ള പിന്നെ ഗായിബിൻ. അപ്പൊ ഗായിബിനോട് ചോദിക്കുന്നതോ ഒരു ചോദ്യം, നമ്മൾ ഗായിബിനോട് ഒരു തലവ് നടത്തുമ്പോ ഗായിബ് ഈ ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ ഷെയ്ഖുമാര്, പിന്നെ 10 ഉറപ്പ് ഗായിബിനോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെറുക്കാവുന്നു. പിന്നെ ഹാലിറിനോട് ആരോടാണ് ചോദിക്കേണ്ടത്? ഹാലിറിനോട്. ഹയ്യും ഹാലിറും കാദിറുമായ ഇൻസിനോട് കൃത്യമായിട്ട് എല്ലാ ഫത്വകളിലും കാണുന്നതാണ്. അപ്പൊ അബ്ദുറഹ്മാൻ സലഫി അവിടെ പറഞ്ഞ ഹയ്യും ഹാലിറും കാദിറുമായ ഇൻസിനോട് എന്ന് പറയുമ്പോൾ ഫൈസൽ മുസ്ലിയാർ അവസാനം പറയാണ് അവരെതിലേക്ക് കൊണ്ടിരുന്ന മനസ്സിലാൻ വേണ്ടി നിങ്ങളിപ്പോ ഗൈബ് ചോദിച്ചപ്പോ പറഞ്ഞാണ്. അപ്പോ ഇതെല്ലാം അഭൗതികം എന്നുള്ളതിന് ഇത് ചിർക്കിന്റെ താരീഫലി പറയണത്. അപ്പൊ അഭൗതികം എന്ന് പറഞ്ഞതിന്റെ പദം ഖുർആനിൽ വേണം. ഏതാണ്? ഏത് നമ്മള് പിന്നെ അഭൗതികം എന്ന് പറഞ്ഞ ഭൗതികം അഭൗതികം എന്താണ് സാധനം? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യ ഭൗതികവുമായിട്ട് പറയും. എന്താ ഒരു മലയാള വേർഡാണ്, അതൊരു മലയാള വേർഡാണ്. പറഞ്ഞോണ്ടാ ഇത് മനസ്സിലാക്കുന്നത് അറബിയിലുള്ള ഖുർആനും ഹദീസും അല്ലേ? ഇതൊന്ന് അറബിയിൽ ഇതാക്കാൻ പറയില്ല. അതിന് സമാനമായിട്ട് ഉപയോഗിച്ച പദമായി മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കുന്നത് ഗായിബ് എന്നുള്ള അർത്ഥം ഇതിലാണ് അത് ഉദ്ദേശിക്കുന്നത്. ഗായിബ് അവര് ഗായിബൂന അന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അവര് ഗായിബിങ്ങളാണ്. ആലമുൽ ഗൈബിലാണ് അവരുള്ളത്, നമ്മുടെ ആലമുൽ ഷഹാദയിലാണുള്ളത്. അവർ നമ്മൾ തമ്മിലൊരു മറയുണ്ട്, തീർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ പ്രവാചകനോ സഹാബത്തോ ഇവരുമായിട്ടൊരു ഹെൽപ്പോ അതുപോലെ തന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായി. പ്രവാചകനെ കീഴ്പ്പെടുത്തി കൊടുത്ത പിന്നെ കരീന് മുസ്ലിമാണ്. എന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ആ കരീനോട്. കാരണം പിന്നെ ആ കരീൻ എപ്പോഴും നന്മ മാത്രമേ ഉപദേശിക്കൂ. അതിൽ നമുക്കൊക്കെ അറിയാലോ. എന്നിട്ട് പോലും പ്രവാചകന് ഒരു ഹെൽപ്പ്, ഭൗതികമായ ഒരു ഹെൽപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതിൽ നിന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ആ ഗായിബായ ആ ജിന്നിനോട് സഹായം നമുക്ക് ചോദിക്കാൻ പാടില്ല എന്നാണ്. അത് ചോദിച്ചാൽ ശിർക്കാണ് എന്ന് തന്നെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇത് നിങ്ങൾ പുതിയൊരു വാദം, ഇത് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചാണ്. അതെന്തുകൊണ്ടായി എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ പറഞ്ഞല്ലോ അഭൗതികം ഉപയോഗിച്ചാണ് ഗായിബ് തന്നെ നമ്മൾ ഞാൻ മനസ്സിലാക്കിയത് വേറെ വാക്കുണ്ടോ അറിയില്ല. അപ്പൊ ഗൈബ് നിങ്ങൾ ഇപ്പൊ ഗായിബ് എന്ന് പറയുമ്പോ ഗായിബ് എന്ന അഭൗതികമായ ഒരു വസ്തു അല്ലേ? ഇനി ഞാൻ പറയാം ഇത് പറയാം, എന്തിനും അത് പറയാം. നമ്മളിപ്പോ ഗൈബിയാണ് അവര്. പിന്നെ റീബത്ത് നമ്മൾ ഒരു മിനിറ്റ് റീബത്ത് നമ്മൾ പറയുന്നില്ല. റീബത്ത് എന്തുകൊണ്ടാ? ഗൈബിയായ ഇപ്പൊ നമ്മളിപ്പോ ജബ്ബാർ മൗലി ഇപ്പൊ ഗായിബാണ്. അപ്പൊ ജബ്ബാർ മൗലിനെ ഇപ്പൊ പഠിക്കുമ്പോ ജബ്ബാർ മൗലിനെ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റീബത്തായി. ഗൈബിയായ ആ മനുഷ്യനെ സംബന്ധിച്ച് അബോധിയല്ല. അവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? റീബത്തായി. ഗൈബിയായ അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ അദൃശ്യമാണ്, അബോധികമാണെന്നൊക്കെ മലയാള വേർഡാണ്. എന്ത് തന്നെയാലും എന്ത് നിങ്ങൾ മലമറിഞ്ഞാലും പിന്നെ ഇവരോടൊരു ഹെൽപ്പ് ചോദിച്ചാൽ ശിർക്കാണ് എന്നാണ് നമ്മളെ വിശ്വാസം. ശിർക്ക് തന്നെ, ശിർക്കല്ലാത്ത ഒരു ഹെൽപ്പ് അവരോട് നമുക്ക് ചോദിക്കാൻ കഴിയില്ല. നമ്മളെ മനസ്സിൽ അവരെ ഇപ്പൊ ഞാൻ പറഞ്ഞത് അല്ലസറോട് അവനോട് എപ്പോ പറയുന്നുണ്ട്. അവരോട് നമ്മളെ പിന്നെ ഗഫൂർ സാഹിബിനോട് എപ്പോ പറയാം അല്ലസയിൽ ഇങ്ങനെ പോകുമ്പോ ആ വിജന പ്രദേശത്ത് ഞാൻ പറഞ്ഞു ഇവിടുന്ന് നമ്മളൊരു ജിന്നിന് ഉണ്ട് എന്ന വിചാരത്തിൽ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സ് അവരോട് പിന്നെ ബന്ധപ്പെടാതെ നമുക്കത് വിളിക്കാൻ കഴിയില്ല. അത് ചുരുക്കല്ലാതെ ഒരു രൂപം എങ്ങനെ അവിടെ വരുന്നത്?
ആ ഒരു സേട്ടത്തിന്. എന്തിനാണ് അതായത് ഒരു ഭൗതിക എന്റെ വണ്ടി മറിയാൻ പോവുകയാണ്, ഇവിടെ നിന്നുള്ള ഒരു ജിന്നെ നീ ഒന്ന് തടഞ്ഞു വെക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിർക്ക് തന്നെ. ശിർക്കല്ലാതെ നിങ്ങൾക്ക് വാദമുണ്ടോ? ആ ശിർക്കാണ്. കൺഫ്യൂഷൻ തരാനില്ലല്ലോ, ഇത് കൺഫ്യൂഷൻ ആക്കേണ്ട ഒരു വാദത്തിലേക്ക് അത് അല്ല പിന്നെ റൌഫെ അത് നമ്മൾക്ക് പറയാൻ വളരെ എളുപ്പമുണ്ടാവും വളരെ എളുപ്പമുണ്ടാവും. മനസ്സിലായില്ലേ? ഇനി ഒറ്റ കാര്യം പറഞ്ഞത്, അത് ഇതിപ്പോ ഗൈബ് എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ? ഗൈബ് എന്നുള്ളതല്ലേ പറഞ്ഞത്? എനിക്കറിയുന്ന കാര്യം എനിക്കറിയുന്ന കാര്യം ഗൈബ് 2 ജാതി ഉണ്ടെന്നുള്ള അല്ല. ഒരു മിനിറ്റ് ഇത് കേട്ട്, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഗുണം പങ്കുചേർക്കുക എന്നുള്ളതിനെ ഇത് ഗണ്ണിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചത്. ഇപ്പം വിളിച്ചാൽ അത് പിന്നെ ശിർക്കാണ്. മൊയ്തീൻ ഷെയ്ഖ് അങ്ങനെ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും മുശ്രിക്കായി എന്നൊക്കെ പറയാനുള്ള കാരണം അതിന്റെ ഇത് നമുക്ക് മനസ്സിലാകണ്ടല്ലോ. മനസ്സിലായില്ലേ? ഇത് ഗൈബ് എന്ന് പറയുമ്പം അള്ളാഹ് പറഞ്ഞു ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ് അല്ലേ? ആർക്കെങ്കിലും അറിയുന്ന വിശ്വസിച്ചാലോ ഈ ഗൈബ്? മുശ്രിക്കായി. അല്ലാഹ് അല്ലാത്തവർക്ക് മുശ്രിക്കായി. ഇനി വേറൊരു ഗൈബ് ذَلِكَ مِنْ أَنْبَاءِ الْغَيْبِ. ഈ പറയുന്ന കാര്യം ഗൈബ് പെട്ടൊരു വാർത്താനാണ്. ഇപ്പൊ പറയുന്നത് ഇനി പറയുന്നത് മാ കുൻത ലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യക്ഫുലു. ഈ അവരെ കൂടെ അല്ലായിരുന്നു അവർ നറുക്കിട്ട സമയത്ത് ആരാണ് മറിയമിന്റെ സംരക്ഷണം ഏറ്റെടുക്കുക? സക്കരിയ നബിന്റെ ആ സന്ദർഭത്തിൽ ഇവിടെ പറഞ്ഞു ذَلِكَ مِنْ أَنْبَاءِ الْغَيْبِ. മനസ്സിലായില്ലേ? ഒരാൾ വിശ്വസിക്കാൻ ആ നറുക്കിട്ട കാര്യം സക്കരിയ നബിന്റെ കാലത്തുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാം. മനസ്സിലായില്ലേ? ഗൈബ് അള്ളാന്റെ അക്കലല്ലേ? ഇങ്ങനെ വിശ്വസിച്ച മുശ്രിക്കായോ? ആയോ? എന്തുകൊണ്ടാവാത്ത? അവിടെ സക്കരിയാൻ ഇത് നിങ്ങൾക്ക് പറ്റുന്ന വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പിന്നെ ഉദാഹരണവും അതുപോലെ തന്നെ ഇതൊക്കെ പറയുന്നത് ഈ ആലമു ഷഹാദിയുള്ള മനുഷ്യന്റെ ഉദാഹരണം ഇങ്ങനെ പറയോ എന്തൊക്കെ ഗൈബിയായ ജിന്നിനോട് ഇതേന്ന് ഇവിടെ അങ്ങനെ ആവൂലെ? ഇവിടെ അത് നമ്മള് ഈ ചർച്ച ഇവരായിട്ട് ബന്ധപ്പെട്ട നമ്മള് ചർച്ച അവര് വേറെ ജിന്നുകളാണ്. അവരോട് നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് ശിർക്കാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നു. KNM പറയുന്നു, KJ പറയുന്നു. അതുകൊണ്ട് അവര് നിങ്ങൾ പറയുന്ന ശിർക്കില്ലാത്തൊരു മുമ്പത്തെ കാര്യമാണ് സംസാരിക്കുന്നത്. ഇനി ഒറ്റ മിനിറ്റ്. ജിന്ന് പിന്നെ ആലമുൽ ഗൈബിലല്ലേ ജിന്ന്? ഉറപ്പല്ല. ഒറ്റൊന്നും മാറ്റമില്ലല്ലോ. ഇല്ല ആലമുൽ ഒരു മിനിറ്റ്. ആലമുൽ ഗൈബിലല്ലേ ജിന്ന്? ജിന്നുകൾ പറഞ്ഞു ഇന്നാ സമീഅനാ ഖുർആനൻ അജബാ, അത്ഭുതമുള്ളൊരു ഖുർആൻ ഞങ്ങൾ കേട്ടു. ജിന്നുകൾ പറഞ്ഞു അല്ലെ? ഇത് അള്ളാന്റെ റസൂലിന് അള്ളാഹ് പറഞ്ഞു. അള്ളാന്റെ റസൂലിന് ഈ വിഷയം ഗൈബല്ലേ? ഗൈബല്ലേ? ഒരാള് പറയാണ് ജിന്നുകളെ കൂട്ടത്തിൽ ഇത് ഭയങ്കര ചർച്ച ആയിരുന്നു. ഓർക്ക് ഇത് ഒക്കെ അറിയാം. നബിന്റെ കേട്ട ആൾക്കാർ ഇത് വിശ്വസിച്ച് ഇങ്ങനെ കുറെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, അവർക്ക് ഇതൊക്കെ അറിയാം എന്ന് ഒരാൾ വിശ്വസിച്ചാൽ ശിർക്ക് വരില്ലല്ലോ. എങ്ങനെ വിശ്വസിക്കുന്ന അയാൾ വിശ്വസിക്കാന്ന് ജിന്നുകൾ കുറെ ആൾക്കാർ കേട്ടു എന്നുള്ള ജിന്നേക്ക് അറിയാം. മുഹമ്മദ് നബിക്കാണ് ഈ വിഷയം കഴിവ്. പിന്നെ ഓല് എന്ത് ചെയ്തു എന്നൊക്കെ ജിന്നേക്ക് അറിയാം. മുഹമ്മദ് നബിക്ക് കുറച്ച് കാര്യം അള്ളാഹ് പറഞ്ഞു കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു എന്നൊക്കെ ഉള്ള ജിന്നേക്ക് അറിയാം. ഓല് പിന്നെ ദഅവത്ത് നടത്തി, ഓല് അവിടെ പോയി ഇവിടെ പോയി ഇന്നോ മുസ്ലിമായി എന്നൊക്കെ ഓൽക്ക് അറിയാം ഓലെ അടിയിലുള്ള കാര്യം എന്നൊരാൾ വിശ്വസിച്ചാൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഗൈബിൽ പങ്കുചേർത്തോ? ഇതെല്ലാം എന്താ അറിയാം? ഇത് അതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു? നമ്മൾ പറഞ്ഞില്ല. ഇത് ഇത് ഈ ചർച്ച വരുമ്പോഴുള്ള പ്രശ്നം തന്നെയാണ്. നിങ്ങളെല്ലാ ചർച്ചയും ഇതുമായിട്ട് ഇത് അവരോട് കൃത്യമായിട്ട് അവരോട് ഒരു ഹെൽപ്പ് നമ്മൾ ചോദിക്കുമ്പോൾ അത് ശിർക്കാണ് എന്ന് നമ്മൾ പറയുന്നു.
ശിർക്കല്ല അതൊരു ഇത് വിശുദ്ധ ഖുർആനിലോ സയ്യ ഹദീസിലോ നിങ്ങൾ കാണിച്ചു തരണം. ഞാൻ സൂറത്തുൽ ജിന്നിലെ എല്ലാ അതിന്റെ അടിസ്ഥാനത്തിൽ അതല്ലാത്തൊരു ചോദ്യം ശിർക്കല്ലാത്തൊരു ചോദ്യം അവരോടുണ്ടോ? ശിർക്കല്ലാത്തൊരു ഹെൽപ്പ് നമ്മൾ ആവശ്യപ്പെടൂലേ? അതുണ്ട് എന്നൊരു ടീം പറയുന്നോണ്ടാണല്ലോ. അല്ല, അതുണ്ട് എന്ന് പറയുന്നോണ്ടാണ് ജമിയത്തുൽ ഉലമക്കെതിരെ 80 പേജ് നിങ്ങൾ അയച്ചത് അല്ലേ? അംഗീകരിക്കാത്തത് അല്ല, അതുകൊണ്ടായിരിക്കൂലേ? അതായത് ഇത് ജമിയത്തുൽ ഉലമ പറഞ്ഞു പിന്നെ ശിർക്ക് തന്നെ അവരോട് ഹെൽപ്പ് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ശിർക്ക് തന്നെയാണ്. അത് ശിർക്കല്ലാത്ത ഒരു ഇനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണേ ആ അയ്യപ്പനൊപ്പൊക്കെ ആയി മാറിയത് ഇതിലാദ്യം ഒപ്പിട്ടപ്പോ. അപ്പൊ നമ്മൾ ഇതിൽ ശിർക്കായ കാര്യങ്ങൾ തന്നെ ശിർക്ക് തന്നെ എന്ന് പറയുന്നു. ശിർക്കല്ലാത്ത ഒന്ന് അല്ലല്ലോ പറഞ്ഞത്, ശിർക്കല്ലാത്ത ഒരു സഹായ കാലത്തുള്ള സംഭവമാണ്. ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് 2014 ഇരിക്കാൻ കാരണം എന്താ? ഇതിനു മുമ്പ് ഈ പ്രശ്നം വന്നിട്ടുണ്ട്. ഇത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അതിനുശേഷമാണ് ഈ പ്രശ്നം വന്നത്. അതിനു മുമ്പേ സാലിമൊക്കെ അവിടെ പരിപാടി നടത്തിയത്. ഇതിൽ നമ്മൾ ഇരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു വാദം നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. വിഷയം ശരിക്കും പറഞ്ഞാൽ ശിർക്ക് അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ് ഇതിന്റെ അടിസ്ഥാനം. പിന്നെ ഇവിടെ സാലിംക ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നമ്മൾ ഇവര് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഫത്വയുടെ വിഷയം. സാലിംക ഫത്വയിലെ ഖദീജ കാലത്തുള്ള ആ മുസ്ലിമിന്റെ വിശ്വാസമാണ്. അതാണ് ഞാനിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് സാലിംക ഇതിലേക്ക് വരുന്നില്ല. ഓക്കെ, നമുക്ക് ഈ വിഷയം സാലിംക 2-3 ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിശാചിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നില്ല. ഞാൻ പഠിച്ചത് പറയാണ്, നിങ്ങൾക്ക് റെക്കോർഡിംഗ് ഉണ്ടാക്കുന്നില്ല. പിശാജ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അവനെ എന്ത് ചെയ്യാം, നമ്മുടെ ശത്രുവായിട്ടാണ് അവനെ അള്ളാഹു തആല പരിചയപ്പെടുത്തിയത്. ആ ശത്രു എന്തിന്റെ ശത്രുതയായിട്ടാണ് നമ്മളെ അള്ളാഹുവിന്റെ ശത്രുവായിട്ട് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ അവൻ എല്ലാ പഴുതുകളും അവൻ നോക്കും അല്ലേ? നമ്മുടെ മുന്നിലൂടെയും പിന്നിലൂടെയും ബാക്കിലൂടെയും. പക്ഷേ നമ്മിലേക്ക് ശിർക്ക് വരുന്നത് എന്തറിയില്ല, നമ്മളറിയില്ല. സാലിംകായിലേക്കോ ഇന്നിലേക്കോ നിങ്ങൾ ആരിലേക്കും ശിർക്ക് വരുന്നത് ആരറിയില്ല, നമ്മളറിയില്ല. നമ്മളറിയാതെയാണ് നമ്മളിലേക്ക് എന്ത് ചെയ്യുക, ശിർക്ക്. അതുകൊണ്ടാണ് അബൂബക്കർ അടുത്ത് റസൂലുള്ളാഹി ഉദാഹരണം പറഞ്ഞത് അല്ലെ? ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് 100, 1000, 5000 സ്റ്റേജുകളിൽ തൗഹീദ് പറഞ്ഞ ആളുകളാകട്ടെ, ആരാകട്ടെ, നിങ്ങൾ കക്ഷികളൊന്നുമില്ലാതെ നമ്മൾ പറയാൻ ഞാനത് പറയാണ്, അതിലേക്കും ശിർക്ക് വരും. പക്ഷെ ആ ശിർക്ക് വരുന്നത് ആരറിയില്ല, അവരറിയില്ല. അങ്ങനെയാണ് ശിർക്ക് വരിക. അപ്പോൾ എന്നിൽ ശിർക്ക് ഉണ്ടെങ്കിൽ ഞാനതെങ്ങനെ മനസ്സിലാക്കും? പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് തൗഹീദായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത് ശിർക്കാണെങ്കിൽ ആരും ഒന്നെങ്കിൽ ഇന്നെ അറിയുന്ന സാലിംക പറഞ്ഞു തരണം അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരണം നിന്റെ വാദം മോനെ ശിർക്കാണ്. അപ്പൊ എനിക്കൊരു ബാധ്യത ഉണ്ട്, എന്ത്, അത് ശിർക്കാണോ എന്ന് പഠിക്കൽ എന്റെ ഒരു ബാധ്യതയാണ് അല്ലെ? ഇത്രയും ഞാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു, ശിർക്ക് വരുന്നത് നമ്മൾ അറിയില്ല. അത് പിശാച് അവൻ വരുത്തുക തന്നെ ചെയ്യും. അവൻ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആ രക്ഷപ്പെട്ടവരല്ലാത്തവരിലേക്ക് എന്ത് ചെയ്യും, അവൻ അതിലേക്ക് അവന്റെ പരമാവധി ചെയ്യും. ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം വന്നു? ജബ്ബാർ മൗലവിയുടെ, നമ്മൾ പറഞ്ഞ പോലെ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനം. എന്തായിരുന്നു ലേഖനം? മരുഭൂമിയിൽ അകപ്പെട്ടൊരു മനുഷ്യൻ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വല്ല ജിന്നുണ്ടെങ്കിൽ ആ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം, ഒരു വെളിച്ചം തരണമെന്നുണ്ട്. എല്ലാം മൗലവിയുടെ മനുഷ്യനും പറഞ്ഞു. എന്ത് പറഞ്ഞു? മൗലവി പറഞ്ഞു എന്താണ് അവിടെ? അതിൽ എന്തില്ല, പ്രാർത്ഥനയില്ല. മൗലവി വിശദീകരിച്ച് അതിൽ പ്രാർത്ഥനയില്ല. അതൊരു ചോദ്യം മാത്രം. ഒരു മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ എന്ത് വരുന്നുള്ളൂ, അവിടെ ജിന്നിനോടും വരുന്നുള്ളൂ. ഇതാണ് അറിയാലോ, അത് ഇതാണ് അവിടെ പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ ചില ആളുകൾ അതിനെ എന്ത് ചെയ്തു, തിരുത്താൻ പോയി, തിരുത്തി. പിന്നെ ജമിയത്തിൽ ഒരുപാട് ചർച്ചകൾ വന്നു. ഇത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു ആ ചർച്ച. അതിന്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഇടയിൽ സക്കരിയ സലാഹി ഒരു ഉദാഹരണം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് കേട്ട് സക്കരിയ സലാഹി അടുത്ത ഉദാഹരണം എന്താ പറഞ്ഞു? പുഴയിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ തന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടെന്ന് കരുതി, ജിന്നെ എന്നെ രക്ഷിക്കണേ എന്ന് ആ മരിക്കാൻ പോകുന്ന മനുഷ്യൻ വിളിക്കാൻ പാടില്ല എന്നാണ് ആരുടെ വാദം? സക്കരിയ സലാഹിയുടെ വാദം. അള്ളാനെ വിളിക്കാൻ പാടുള്ളൂ. ശരിക്കും മനസ്സിലായി, അള്ളാനെ വിളിക്കാൻ പാടും. പക്ഷെ ഒരു മനുഷ്യൻ അങ്ങനെ വിളിച്ചാൽ ആ വിളിക്ക് എന്ത് പറയാൻ പറ്റില്ല,
ഷിർക്കാന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അതിനും സക്രിയ പറഞ്ഞ വാദം എന്താണ്? അവിടെ എന്തില്ല, പ്രാർത്ഥന വരുന്നില്ല അല്ലേ? അബ്ദുൽ ജബ്ബാർ മദീനി ജുബൈൽ വെച്ചിട്ട് സാലിം കണ്ട് അല്ലേ? സാലിം കണ്ട് എല്ലാവരും കബീർ സ്ഥലത്ത് എല്ലാവരും ഉണ്ട്. അവിടെ നമ്മൾ അബ്ദുൽ ജബ്ബാർ മദീനി അന്ന് ശേഷമാണ് ഞാൻ മൗലവിനായിട്ടുള്ള എന്തുണ്ടായത്, ആശയപരമായിട്ട് ഞാൻ എനിക്ക് തെറ്റു വിയോജിക്കുന്നത്. മൗലവി പറഞ്ഞു എന്ത് ഇത് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ആ സഹായത്തിന് ഷിർക്കാന്ന് പറയാൻ പറ്റാത്ത സഹായങ്ങളുണ്ട്. എന്ത് അത് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലാണോ അല്ലേ എന്നറിയാം. ഇവിടെ സാലിംക പറഞ്ഞ വിഷയം മുഴുവനും എനിക്ക് സാലിംകാർക്ക് അത് വ്യക്തമായിട്ട് അൽഹംദുലില്ലാ സാലിംക വിഷയത്തിൽ ശരിക്ക് നമുക്കറിയാലോ. സാലിംക പഠിച്ചത് സാലിംകാർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ സാലിംക പറഞ്ഞ വിഷയം എന്താ? ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യം, മലക്കിന്റെ കഴിവിൽപ്പെട്ട കാര്യം, മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യം അവരോട് ചോദിച്ചാൽ എന്ത് വരില്ല, ഷിർക്ക് വരില്ല. അത് സാലിംക വേറെ രീതിയിലൂടെ തിരുത്തിന്നുള്ളൂ. സത്യം അതാണ്, ജിന്നുകളുടെ മലക്കുകളുടെ കഴിവിൽപ്പെട്ട കാര്യം അല്ല. ഞാൻ മനസ്സിലാക്കി തെറ്റ് അത് ഷിർക്കാവോ? അതിന്റെ സംഭവിച്ചു അള്ളാന്റെ വല്ല ഗുണം ഒരു കാര്യം. ജിന്ന് ഇപ്പൊ ഇന്ത്യയിലൊരു ജിന്നുണ്ട്, ജിന്നിന്റെ കഴിവ് പെട്ടതാണ് പിന്നെ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൽ. അതെ അല്ലെ? ഞാൻ ഇവിടുന്ന് പിന്നെ ഇത് വിശ്വസിക്കാണ്. ഞാൻ ഇവിടുന്ന് പറഞ്ഞാൽ ജിന്ന് കേൾക്കും, കേട്ടിട്ട് അപ്പൊ ഒന്നാമത്തെ വിശ്വസിക്ക് ജിന്ന് അവിടുന്ന് ഇത് കേൾക്കും, അല്ലാതെ കേൾക്കും എന്നുള്ള വിശ്വാസം ഒന്ന് ചുരുക്കായി അള്ളാഹിന് പങ്കു. എങ്ങനെയാണ് വരിക? അപ്പൊ ജിന്നിന്റെ ഒരു കേൾവിയുടെ പരിധി അള്ളാഹു റസൂലും എങ്ങനെയാണ് അല്ലല്ല എങ്ങനെയാണ് എത്ര കിലോമീറ്റർ ആയിട്ടാണ് നമുക്ക് പഠിക്കാം. അല്ല കാരണം എന്താ എങ്ങനെയാണ് ഇന്ത്യയിൽ നല്ല 2000 കിലോമീറ്റർ എങ്ങനെ മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടുന്ന് ഖുർആൻ ഓതി, നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ ദമാമിലായ കേൾക്കൂല. അപ്പം നിങ്ങളെ കേൾവിക്ക് ഒരു പരിധി അത് അടുത്തായാൽ അതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഹാലിറാവുക. ഹാലിറായെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് കേൾക്കും. നിങ്ങൾക്ക് കേൾവി ശക്തി ഇല്ലെങ്കിൽ കേൾവി ശക്തി കേൾക്കൂല. എന്നാലും നിങ്ങൾ കേൾക്കുന്നു എന്ന് വിശ്വസിച്ചാൽ ഹാലിറായ മനുഷ്യൻ കേൾക്കും എന്ന് വിശ്വസിച്ചത് കൊണ്ട് അത് ചുരുക്കല്ല. നിങ്ങൾ കേൾക്കില്ല എന്നുള്ള വേറെ വിഷയം അല്ലെ? രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാള ചന്തയിൽ ദാവത്തിന് പോകുമ്പോ സുബഹിക്ക് നിസ്കരിച്ച് ഉറക്ക ഓതി മനസ്സിലായി. അപ്പൊ കുറച്ച് ജിന്നുകൾ ജിന്ന് കേട്ടിട്ട് അവിടുന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ കേട്ട് വിശ്വസിച്ചു. ആ ജിന്നുകൾ എങ്ങനെ അവിടെ എത്തിപ്പെട്ടത്? ഒരു ആകാശത്തേക്ക് പോകുമ്പോ ഇബ്ലീസ് അവരെ ഇത് ചെയ്താണ് അയച്ചതാണ്. ആകാശത്തേക്ക് പോകുമ്പോ അവിടെ തടവ് അപ്പൊ അവിടെ ഭയങ്കര കാവലിക്കാർ. അപ്പൊ ജിന്ന് എന്താ ഈ സംഭവം എന്നറിയാൻ വേണ്ടി ഇബ്ലീസ് നിയോഗിച്ച പട്ടാളം ദുനിയാവിന്റെ എല്ലാ ഭാഗത്തേക്കും പോയി. അതിൽ പോയ ഒരു ടീമാണ് ഇത് കേട്ടത്. ആ പട്ടാളം എന്തിനാ പോയത്? ലൈവായി കേൾക്കില്ല, ദൂരൊന്നും കേൾക്കില്ല, ഉള്ളതുകൊണ്ട് പരിധി മീറ്ററും കിലോമീറ്ററും കൂടെ ചോദിക്കും. അപ്പൊ ഹാലിർ ആണെങ്കിൽ അതിന് രണ്ട് പദം ഉപയോഗിക്കും. ഹാലിർ അങ്ങനെ ഹാലിർ ആണെങ്കിൽ ജിന്ന് കേൾക്കുന്ന ഉറപ്പല്ലേ? അതുകൊണ്ടാണ് പെരീക്ക് കിടക്കുമ്പോ സലാം പറഞ്ഞാല് കൊണ്ടുപോയി. അതാണ് അതിന്റെ പരിധി. മനസ്സിലായി. നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ അതിൽ വാക്ക് വിട്ടുപോയതാണ്. കാരണം ജിന്നിന്റെയും മലക്കിന്റെയും കഴിവിൽപ്പെട്ടത് എന്ത് ചോദിച്ചാലും ശിർക്കല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊരു ഒന്ന് വിട്ടതാണ്. കാരണം എന്താണ്, ആ ഹാലറും ഹയ്യും ഹാദറും കാദറും വിഷയം അത് വിട്ടത് കൊണ്ടാണ് ഞാൻ. കാരണം സാലിക്കൂടെ ഉദാഹരണ സഹിതം പറഞ്ഞു. എങ്ങനെ മൊയ്തീൻ ഷേഖിനോട് എന്ത് ചോദിച്ചാല് ഉടനെ അവതരിപ്പിച്ചത് മൊയ്തീൻ ഷേഖ് മരിച്ച മൊയ്തീൻ ഷേഖിനോട് ചോദിച്ചാൽ എന്തായി? അത് ശിർക്കായി. കാരണം പറഞ്ഞു ജീവിച്ചിരിക്കുന്ന മൊയ്തീൻ ഷേഖിനോട് ആ മൊയ്തീൻ ഷേഖിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ എന്തല്ല? ശിർക്കല്ല എന്നാണ് ആര് പറഞ്ഞത്? സാലിംക. അങ്ങനെ തന്നെ സാലിംക അല്ലേ? മൊയ്തീൻ ഷേഖ് ഉള്ള കാലത്ത് മൊയ്തീൻ ഷേഖിനോട് ആ ഷേഖിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ശിർക്കല്ല. ഇതില് സാലിംക പറഞ്ഞ കറക്റ്റ്. കാരണം ഇന്ന് അങ്ങനെ ചോദിക്കുന്നവരില്ല. അതുകൊണ്ട് എന്തായി? അത് മൊത്തം ശിർക്കിലേക്ക് പോയി. അപ്പോ എന്തുകൊണ്ടാണ് ആ വിഷയം ശിർക്കല്ലാതായത്?
മൊയ്തീൻ ഷേഖിനോട് ആ ചോദ്യം നമ്മളിവിടെ വന്നു നിന്നപ്പോ നമ്മളെ മൊയ്തീൻ ഷേഖിനോട് ഹാജരായ മൊയ്തീൻ ഷേഖിനോട് ആ വിഷയം ചോദിച്ചപ്പോ എന്തുകൊണ്ടാണ് ശിർക്കല്ലാതായത്? ഹാജറായത് അല്ലെ, വിതരണം ചെയ്തത്. അത് ഹാജറാണെന്നുള്ളതിന് നമുക്കെന്ത് തെളിവുണ്ടായിരുന്നത്? മൊയ്തീൻ ഷേഖ് അവിടെ ഹാജറാണെന്നുള്ളതിന് നമുക്കെന്ത് തെളിവ്? നമ്മൾ ചോദിക്കുന്ന ആൾക്ക് ചോദിക്കുന്ന ആൾക്ക് എന്ത് തെളിവാണ് അവിടെ ഉള്ളത്? ശരിക്കും മൊയ്തീൻ ഷേഖ് ആണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലേ മൊയ്തീൻ ഷേഖ് മരിച്ചത് മൊയ്തീൻ ഷേഖ്. ജീവിച്ചിരിക്കുന്ന മൊയ്തീൻ ഷേഖിനോട് നിങ്ങൾ ചോദിച്ചു പറഞ്ഞു. അപ്പൊ ജീവിച്ചിരിക്കുന്ന അല്ല, ആര് ചോദിച്ചോ? ആ കാലത്തുള്ള ആള് ചോദിച്ചെങ്കിൽ അയാൾക്കത് ചോദിക്കാൻ എന്താ തെളിവ്? മൊയ്തീൻ ഷേഖ് അയാളുടെ മുന്നിൽ കാഴ്ചയിലുണ്ട് അല്ലേ? അല്ല, അതാണോ തെളിവ്? നിങ്ങൾ താലിംകാർക്കാരുന്നതുകൊണ്ട് നമ്മൾക്ക് താലിംകാരെ നടത്താൻ മാത്രമല്ല, സത്യം പറയാലോ, അത് നമ്മളെ ഉദ്ദേശം എന്താണ്? താലിംകാർക്ക് നമ്മളെക്കാൾ ഈ വിഷയം എത്രയോ ചർച്ച എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മൊയ്തീൻ ഷേഖ് അപ്പം എന്തുണ്ട്? ഈ മനുഷ്യന്റെ മുന്നിൽ കാഴ്ചയിലുണ്ട്. ആ മൊയ്തീൻ ഷേഖിന്റെ കഴിയിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ ആ എങ്ങനെയാണ് മൊയ്തീൻ ഷേഖ് ചെയ്തു തരാന്ന് അയാൾക്കറിയാം. അയാളുടെ മുന്നിലുള്ള ആളാണ്. അതിൽ ഒരു മനുഷ്യനും എന്തില്ല, തർക്കമില്ല. ഇതിനോടാണ് നിങ്ങൾ ജിന്നിനെ യോജിപ്പിക്കുന്നതെങ്കിൽ ഈ ജിന്നി എങ്ങനെയാണ് അയാളുടെ മുന്നിൽ ഹാജരായിട്ട് അയാൾ കാണുക? ഒന്ന്. രണ്ടാമത്തത്, അയാളെ എങ്ങനെയാണ് ആ ജിന്നി സഹായിക്കുക? ഇത് ഈ നമ്മളെ ശബ്ദം ആ ജിന്നി കേട്ട് മനസ്സിലാക്കി നമ്മളെ സഹായിക്കുകയും നമ്മൾക്ക് അയാൾ കാഴ്ചയിലും എന്തില്ല, അവിടെ ഇല്ല. കാരണം നമ്മളെ കാഴ്ചയിലില്ല എന്ന് പറയാം, ഒരിക്കലും കാഴ്ചയിൽ വരാതെ കാര്യം പറയാന് ഈ വിഷയത്തിലാണ് എന്ത് വരുന്നത്? ഇവിടെ അഭിപ്രായ വ്യത്യാസവും ഇവിടെ പ്രശ്നവും. കാരണം എന്താണ്? മൊയ്തീൻ ഷേഖ് കാഴ്ചയിലുണ്ട്, എങ്ങനെ സഹായിക്കുമെന്ന് നമുക്കറിയാം. ജിന്നി എങ്ങനെ സഹായിക്കുമെന്ന് നമുക്കറിയില്ല, നമ്മുടെ കാഴ്ചയിൽ അതില്ല. അതുകൊണ്ട് തന്നെ അദൃശ്യം എന്ന് പറയുന്നതും അഭൗതികം എന്ന് പറയുന്നതും കാര്യകാരണ ബന്ധം എന്ന് പറയുന്നതും പല രീതിയിൽ, അത് 3 രീതിയിലാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ താലിംക ഇനിയിപ്പോ ഒരു വേറെ രീതിയിലേക്ക് പറയാനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇത്ര ഒന്നും മറുപടി പറയേണ്ട ആവശ്യം ഈ വിഷയത്തിലില്ല. താലിംഖാന്റെ ഈ വിഷയത്തിൽ ഒരു മുജാഹിദ് എന്നുള്ള ആശയം പഠിച്ച എനിക്ക് താലിംഖാനോട് ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. താലിംഖ മൻഹജ് സലഫ് എന്താണെന്ന് വിശദീകരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, മൻഹജ് സലഫിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, എന്താണ് ഖുർആൻ ആയത്തിനെ എങ്ങനെ വിശദീകരിക്കണം എന്ന് അറിയുന്നുണ്ടെങ്കിൽ താലിംഖ അറിഞ്ഞിട്ടും പറയാതിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആനിൽ തഫ്സീർ എഴുതിയ എത്ര മുഫസ്സിറുകളുണ്ട് നമ്മൾ അംഗീകരിക്കുന്നത്? ഇല്ലേ? തെബരിയില്ലേ? ഇല്ല, ഞാൻ പറയണം, ഖുർത്തുബിയിലെ തെബരിയുണ്ട്, റാസിന്റെ, അല്ലെങ്കിൽ ഇബ്നു കസീർ, എല്ലാം. ഖുർആൻ കൊണ്ട് സത്യം മനസ്സിലാവും. ഖുർആനിൽ ജിന്നിനോടുള്ള സഹായത്തേട്ടം ആമായ കൽപ്പന എന്താണ്? ശിർക്കാണ്. അതിന് നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. തർക്കം ആർക്കെങ്കിലും ഉണ്ടോ? ഖുർആനിൽ ആമായിട്ട് ശിർക്കാണെന്നാ പറഞ്ഞിരിക്കുന്നത്, ജിന്നിനോടില്ല അല്ലേ? തഫ്സീർ എഴുതിയ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ ഇന്ന ജിന്ന്, ഇന്ന താലിംക പറഞ്ഞതുപോലെ ഇന്ന വിശേഷണ ഗുണങ്ങളുള്ള ജിന്ന്, അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഒരൊറ്റ തഫ്സീർ, ഒരൊറ്റ ഇതര ഗ്രന്ഥം എനിക്ക് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. നിങ്ങൾ ജസ്റ്റ് പറയും, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പോയത് ലോകത്ത് എഴുതപ്പെട്ട ആയിക്കോട്ടെ, നമ്മുടെ അബദ്ധങ്ങൾക്ക് വരാം. കാരണം കൊട്ടപ്പുറത്ത് വെച്ച് കൊട്ടപ്പുറത്ത് വെച്ചിട്ട് കാന്തപുരം നമ്മളെ വാദപ്രതിവാദത്തില് മരിച്ചുപോയ അമ്പിയാവുലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത മൊയ്സത്ത് കലാമത്തിന്റെ ബദരീങ്ങളെ കാക്കണേ, മുജീഷയ്ക്ക് രക്ഷിക്കണേ എന്ന് പറയുന്നതിന് ശിർക്കാണെന്ന് പറഞ്ഞതിന് അല്ല എന്ന് പറഞ്ഞത് ചോദിക്കാന്ന് പറഞ്ഞിട്ട് കാന്തപുരം ഒരു ആയത്തോതി അല്ലേ? അല്ലേ? ആണോ? ഓതിയോ ഇല്ലേ? ആ ആയത്തിന്റെ അർത്ഥം എന്താ? ചോദിച്ചു നോക്ക്. അയക്കപ്പെട്ട പ്രവാചകന്മാരോട് ഈസാ നബി ഒഴിച്ചും ബാക്കിയുള്ളവരൊക്കെ മരിച്ചവരാണോ? ആണോ? അല്ലേ? അപ്പൊ അവരോട് മരിച്ചവരോട് ചോദിക്കാൻ ഖുർആനിലില്ലേ? ഇല്ലേ? മരിച്ചവരോട് ചോദിക്കാൻ ഖുർആനിൽ ആയത്തുണ്ടോ എന്നാണ് ചോദ്യം. ആ ആയത്ത് അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെയാണ്. എന്താ മരിച്ചവരാണ് മറ്റവരൊക്കെ? പിന്നെ ഇന്നമാ വലിയ അള്ളാഹു സഹായിക്കും, റസൂൽ സഹായിക്കും, മോമിനിങ്ങളും സഹായികളായിരുന്നില്ലേ ഖുർആനിൽ? നമ്മളവിടെ എന്താ അർത്ഥം പറഞ്ഞത്? റസൂലിനൊക്കെ നമ്മുടെ മൗലവി എന്താ അർത്ഥം പറഞ്ഞത്? അവിടെ എന്താ പറഞ്ഞത്? ആ അർത്ഥം അതല്ലാന്നാ പറഞ്ഞത്? അല്ല. താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആരെങ്കിലും ഒരാള് ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ധരിക്കാനാ പറഞ്ഞത്. സത്യം നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു വിഭാഗത്തിലും നിൽക്കണ്ട, KGക്കും പോകണ്ട, KNMക്ക് പോകണ്ട, ഒന്നും. പക്ഷെ നമ്മൾ അക്കീദ അത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ശിർക്ക് നമ്മൾ അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഉദ്ധരിച്ചത് ഇപ്പൊ എന്താണ്? ലോകത്ത് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു മുഫസ്സിർ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഇതിൽ നിന്നും
നിങ്ങൾ പറഞ്ഞ പോലെ അംബിയ ഔലിയാക്കന്മാർക്ക് അല്ലാഹു തആല മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന സഹായത്തേട്ടം ശിർക്കല്ല എന്ന് അവർ വിശദീകരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മറുപടി പറഞ്ഞത്. ആണോ? അതേപോലെ പരിശുദ്ധ ഖുർആനില് ജിന്നുകളോടുള്ള സഹായത്തേട്ടത്തിന് അത് ശിർക്കാന്ന് പറഞ്ഞ് നമ്മൾ ആയത്തോതി അറിയുന്നത് നിങ്ങളെ കാക്കണേ വിജിച്ചൊക്കെ രക്ഷിക്കണേ എന്നത് ശിർക്കാന്ന് നമ്മൾ ഏതായത്തോതി ഇന്ദവും മുസ്തജാബുലക്കും അല്ലേ? ഈ ആയത്തിൽ എവിടെ മരിച്ചുപോയ മഹാത്മാക്കളായ അംബിയ ഔലിയാക്കന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച ഒരു മനുഷ്യൻ അവരുടെ കഴിവിൽപ്പെട്ടത് ചോദിച്ച ശിർക്കാന്ന് എങ്ങനെ ഈ ആയത്ത് നിൽക്കുക? കിട്ടുമോ? ഈ ആയത്തിൽ കിട്ടൂല. അവിടെ നമ്മൾ എന്താ തഫ്സീർ പറഞ്ഞു? കുർത്തുബിയുടെ തഫ്സീർ എടുത്ത് പറഞ്ഞു അല്ലേ? അതിൽ ആരൊക്കെ പെടും? ഹുസൈൻ നബി പെടും, ഈസാ നബി പെടും, സുലൈമാൻ നബി പെടും, ഇബ്രാഹിം നബി പെടും. പിന്നെന്താ പറഞ്ഞു? നമ്മൾ ആരൊക്കെ പെടും? ജിന്ന് പെടും, മലക്ക് പെടും അല്ലേ? ഇതേപോലെ ജിന്ന് പെടും, മലക്ക് പെടും എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആയത്തുകൾ ഏതൊക്കെ ആയത്തുകൾ വിശദീകരിച്ചോ ആ ആയത്തിൽ എവിടെങ്കിലും സാലിംക ഇന്ന് പറഞ്ഞ പോലുള്ള ഇന്ന ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഹാജറായ പരിധിയിലുള്ള ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അത് ശിർക്കല്ലാന്ന് എഴുതിയ ഒരു തഫ്സീർ കാണിച്ചെന്നാൽ നിങ്ങളെ കൂടെ നമ്മൾ വരും. ഇത് തീർന്നിട്ടില്ല. നിങ്ങളെ കൂടെ നമ്മൾ വരും. ഈ ചർച്ചയ്ക്ക് ആവശ്യമില്ല. നമ്മുടെ പോയിന്റ് എന്താണ്? മുഴുവൻ ജിന്നിനോട് ഉള്ള സഹായത്തേട്ടം ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ ജിന്നിനോടുള്ള സഹായത്തേട്ടം ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണ് ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നതെങ്കിൽ ആ സഹായത്തേട്ടം ശിർക്കാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സഹായം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന് നമ്മൾ അറിയില്ല. ഒന്ന് അത് മാത്രമല്ല, തീർന്നിട്ടില്ല. കാരണം സാലിംക്ക് പറഞ്ഞ ഉദാഹരണം ഇവിടെ ഉണ്ട്. എന്താണെന്നറിയങ്ങളെ ജിന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായ ജിന്നിന്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ഈ തീരുമാനം പറഞ്ഞു. അവിടെ എന്തുണ്ട്? സാലിംക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, അവിടെ ശേഷം നമ്മുടെ മുന്നിലുണ്ട്. ജിന്ന് എന്തില്ല, എങ്ങനെയാണോ ജിന്ന് നമ്മുടെ മുന്നിൽ സഹായിക്കുക നമുക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തത് ആ ജിന്ന് നമ്മളെ സഹായിക്കാൻ കഴിവുള്ള ജിന്നാണോ, ഹാജറാണോ, ഹാജറാണോ, ഹയ്യ, ഇതൊന്നും നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായി? ഇത് മുഴുവൻ ഗായിബായി. മനസ്സിലായെങ്കിൽ നമുക്കറിയില്ല. രണ്ടാമത്തെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇറക്കിയ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണെന്ന് ആമായ ഒരു കൽപ്പന, ആമായ ഒരു കൽപ്പന വന്നാൽ അതിൽ നിന്നും വേറൊന്നിനെ ഹാത്താക്കി മാറ്റണം. ഇത് സാലിംക്കൊക്കെ അറിയാത്തോണ്ടല്ല. ഒരു കൽപ്പന ആമായി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഏതിനെയാണോ ഹാത്താക്കേണ്ടത്, ഇന്ന ജിന്ന് അതിൽ പെടൂല, ഇന്ന നിബന്ധന ഒത്ത ജിന്നിനെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് തഫ്സീർ എഴുതും. കാരണം തഫ്സീർ എഴുതുന്നത് അറിയാലോ, തഫ്സീർ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ തഫ്സീർ ചർച്ച ചെയ്യും. റസൂൽ വിവാഹം, അതുപോലെ തന്നെ സുലൈഖ ബീവിയുടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം, ഇതൊന്നും തഫ്സീർ പറയാൻ പാടില്ല. അവരെന്തിനാ ചർച്ച ചെയ്യുന്നത്? കാരണം ഈ വിഷയം അങ്ങനെ ചർച്ച ചെയ്യും. അപ്പൊ ശിർക്കായ ഒരു കാര്യം അവര് ശിർക്കാന്ന് പറഞ്ഞു. ശിർക്കല്ലാത്ത ഒരു സഹായത്തേട്ടം ജിന്നിനോട് അതിലുണ്ടെങ്കിൽ ഈ ലോകത്ത് കഴിഞ്ഞു പോയ ഒരൊറ്റ മുഫസ്സിറിന് അത് മനസ്സിലായില്ലേ? ഒരൊറ്റ മുഫസ്സിർ അത് കേട്ടില്ല. ഞാൻ ഇത് വെറുതെ പറയില്ല. ഈ പോയിന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരികയാണെങ്കിൽ ഇന്ന തഫ്സീറിൽ ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിൽ ഇന്ന തഫ്സീറിൽ സാലിംക പറഞ്ഞതുപോലുള്ള ഈ തെളിവ് നിബന്ധന ഏത്? പരിധിയിലുള്ള ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഹാജറായ ജിന്ന്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഏത്? ഹാജറായ പരിധിയിലുള്ള ശബ്ദം കേൾക്കുന്ന ജിന്ന് ആ തഫ്സീറുകളിൽ നിന്ന് ഒഴിവാക്കിയത്. ഏത്? ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണെന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നിന്നും ഇന്ന ജിന്നിനെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് സാലിംക്ക് ഒരു തഫ്സീറിൽ നിന്നോ ഒരു അഖീദര ഗ്രന്ഥത്തിൽ നിന്നോ മനസ്സിൽ തലപ്പുന്ന നമ്മൾ അംഗീകരിക്കുന്ന ഏതെങ്കിലും തഫ്സീറിനോ സാലിംക്ക് പറഞ്ഞു തന്നാൽ ഈ സർക്കാർ എനിക്ക് ഈ വിഷയത്തിൽ പിന്നെ ഒന്നും നമ്മൾ പറയാതെ നിങ്ങളെ കൂടെ നമ്മൾ ഞാൻ പറഞ്ഞുതരാം. രണ്ട് വിഷയമാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ശിർക്ക് എന്ന് പറയുമ്പോൾ അതിന് ഒരു മനുഷ്യൻ മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് സംഗതി ചർച്ച ചെയ്ത് ബോധ്യപ്പെടേണ്ട കാര്യമാണ് ശിർക്ക് ഒഴിവാക്കുക എന്നുള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി തഫ്സീർ ഉണ്ടോ ഇല്ല നിങ്ങൾ ചോദിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് മുഴുവൻ കാണിച്ചു തരാം. മറിച്ച് ചോദിക്കും. മറിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കണം. ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് ചർച്ചകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് നടന്നിട്ടുണ്ട്. ഇബ്രാഹിമിനൊക്കെ നമ്മൾ കൊണ്ടുവരാം. ഒരുപാട് നടന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഇതിലേക്ക് വരികയാണ്. ഇപ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാല് ഈ ജബ്ബാർ മൗലവി ഒരു ലേഖനം എഴുതാനൊരു കാരണമുണ്ട്. ആ കാരണം എന്തായിരുന്നു? മുഖാമുഖല്ല, ചന്ദ്രയിലും അവരുടെ ഒരു പത്രത്തിലും അമ്പലക്കടവ് ഒരു ലേഖനം എഴുതി. ആ അമ്പലക്കടവ് ലേഖനം എഴുതിയത്
എന്താണ് അഭൗതികമായത്, ശിർക്ക് വരുന്നത്, അതിനവിടെ അഭൗതികം എന്ന് പറഞ്ഞു. ശിർക്ക് വരുന്നത് എന്താണ് എന്തല്ല എന്നുള്ളതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കി. മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നതും പിന്നെ അതേപോലെ നമ്മുടെ മണ്ണാർക്കാട് വാദപ്രതിവാദം, മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നതും അതുപോലെ ജിന്നിനെ വിളിക്കുന്നതും പിന്നെ ഇവരെ വിളിക്കുന്നതും ഈ ശിർക്ക് വരുന്ന ഒരു ഹദീസ്, ഈ വിഷയം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താണ്? ഒരാൾ വിജനമായ സ്ഥലത്ത് ചെന്ന്, മനസ്സിലായില്ലേ? ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്ഥലം നോക്കണം. ഒരാൾ വിജനമായ ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടാൽ അയാൾ അവിടെ നിന്ന് യാ ഇബാദുള്ള ഐനുനി എന്ന് വിളിച്ചോട്ടെ, ഉറക്കെ വിളിച്ചോട്ടെ, അള്ളാഹു അയാളെ അത്തരം സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത അവന്റെ സൃഷ്ടികളെ അവിടെ ആക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ ഹദീസാണ് ചർച്ച വരുന്നത്. ജബ്ബാർ മൗലവി ആ ഹദീസിലുള്ള കാര്യം മലയാളത്തിലാണ് എഴുതിയേക്കാണ്. ഒരു മരുഭൂമിയിലൂടെ, വിജനമായ മരുഭൂമിയിലൂടെ, ആ വാചകതാണ്, വിജനമായ മരുഭൂമിയിലൂടെ ഒരാൾ നടന്നു നീങ്ങുമ്പോൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. മനസ്സിലായി? ആരും കാണുന്നില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന വല്ല ജിന്നോ മലക്കോ മനുഷ്യനോ അപ്പൊ അത് വരുമോ? ഒരു മിനിറ്റ് അല്ല, മൂപ്പര് ഈ സന്ദർഭം വിശദീകരിക്കണം. മൂപ്പര് വിശദീകരിക്കാൻ ശിർക്ക് എങ്ങനെ വരും അതിന് വേണ്ടിയാണ്. അങ്ങനെ ശിർക്ക് എങ്ങനെ വരും അതിന് ഉദാഹരണം കൊടുക്കണം. ഒരു മിനിറ്റ്, ജിന്നോ മലക്കോ വല്ല മനുഷ്യനോ എന്റെ ശബ്ദം കേൾക്കട്ടെ എന്ന് ഉദ്ദേശിച്ച് ഉറക്കെ എന്ന് ഉറക്കെ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കീൻ, എനിക്ക് വഴി കാണിച്ചു തരീൻ എന്ന് പറഞ്ഞാൽ അതിൽ പ്രാർത്ഥനയില്ല. ഇതാണ് പറഞ്ഞത്. ഇനി നോക്ക്, ഇനി ഞാൻ പറഞ്ഞുതരാം. ഇത് സമാനമായ ഹദീസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ലൈഫ്. അപ്പൊ ചർച്ച നിർത്തല്ലേ? ഈ ഹദീസ്, ഒരു മിനിറ്റ്, ഈ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്? സഹിയാണ് എന്ന നിലയ്ക്ക് ഉദ്ധരിച്ച പൂർവികരായ ഒരുപാട് പണ്ഡിതന്മാർ ഉണ്ട്. ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത പണ്ഡിതന്മാർ. ഒരു മിനിറ്റ്. എന്നിട്ട് ഈ ഹദീസ് ഏകദേശം 400 വർഷത്തിന് മുമ്പ് മുതൽ ഈ ഹദീസിൽ ഖുറാഫികൾ, സൂഫികളായ ആളുകൾ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാൻ വേണ്ടിയിട്ട് തെളിവായി ഉദ്ധരിച്ചു. അപ്പോഴൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു. ആ മറുപടിന്റെ രൂപം എന്താണ്? നിങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നത് മൊയ്തീൻ ഷെയ്ഖിനെയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഇല്ലാത്തവരെ ഗായിബിനെയാണെങ്കിൽ അത് ശിർക്കാണ്. ഇവിടെ ഹാലിറായവരോടുള്ള അപേക്ഷയാണ്. ഇബ്നു ബാസ് പറയുന്നത്. മനസ്സിലായി? ഇബ്നു ബാസ് പറയണേ. അതുകൊണ്ട് മൊയ്തീൻ ഷെയ്ഖ് അവിടെ ഇല്ല, ജീവനില്ല, വിളിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. മനസ്സിലായി? അത് മറിച്ച് അവര് പറയണേ ഇവിടെ ഉദ്ദേശം ഹാലിറുള്ള ഹയ്യായ ഇവരെയാണ് ഇവിടെ ഉദ്ദേശം. ഒന്ന് പറയണം. അത് ശിർക്കിലേക്ക് ആളെ കൊണ്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചപ്പോ ഈ ഹദീസ് എന്താണ് പറയുന്നത്? ശിർക്ക് വരുന്ന കാര്യമല്ല എന്നാണ് ഇതുവരെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചത്. മനസ്സിലായോ? അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചത്. ഇതിന് വിരുദ്ധമായിട്ട് ഈ ഹദീസിൽ ശിർക്കുണ്ട്, അല്ലെങ്കിൽ ഈ ഹദീസിൽ ഗായിബിനോടുള്ള സഹായം ചോദിക്കൽ അനുവദനീയമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് അന്നത്തെ സൂഫികളും ഖുറാഫികളും. അവരതിനു വേണ്ടിയാണ് ഇത് എടുത്തത്. അപ്പൊ ഈ ഹദീസിൽ നമ്മൾ പറയുന്ന ശിർക്ക് അതിലുണ്ട്, പക്ഷെ അവരത് ശിർക്കല്ല എന്നുള്ളതിന് തെളിവ് ഉദ്ധരിക്കാനാണ് ഈ ഹദീസ് ഉദ്ദേശിച്ചത്. അതിനെ പണ്ഡിതന്മാർ ഗണ്ണിച്ചത്, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഗണ്ണിച്ചത് ഹയ്യും ഹാലിറും ഹാദിറുമായ, ഹാദിർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അല്ല, കഴിവില്ല എന്നല്ല അതിന്റെ അർത്ഥം, അത് മനസ്സിലാക്കണം. അല്ലാഹു അവനിൽ മാത്രം വെച്ച കാര്യങ്ങളല്ലാതെ സൃഷ്ടികൾക്ക് വിതരണം ചെയ്യുന്നതൊക്കെ കാതിർ നടക്കും. നിങ്ങൾക്ക് ചെവിട് കേൾക്കുന്നില്ലെങ്കിലും എനിക്ക് ചെവിട് കേൾക്കുന്നവരോടുള്ള പോലെ നിങ്ങളോട് പെരുമാറിയാൽ അപകടമൊന്നുമില്ല. എനിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ താളം കെട്ടിയാൽ മതി.
മനസ്സിലായില്ലേ? അപ്പം അതാണ് അവിടെ ഹാദിർ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം മാലാ യഖ്ദിറു ഇല്ലല്ലാ എന്ന വകുപ്പിൽ പെടാത്തത്. അള്ള സൃഷ്ടികൾക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കും കഴിയും. അങ്ങനത്തെ അവസ്ഥയിൽ ഒരാൾ അള്ളാന്റെ സൃഷ്ടികളിൽ ആരോടും സഹായം ചോദിച്ചാൽ ഈ അവസ്ഥയിൽ അതിൽ ശിർക്ക് വരും എന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ ചർച്ച, അതുമായി ബന്ധപ്പെട്ട ചർച്ച മാത്രം എത്രയോ ഉണ്ട് എടുത്തുകൊണ്ടുവരാൻ. ഇതിൽ ശിർക്ക് വരും എന്ന് പറഞ്ഞ അവിടെ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനെ, മലക്കിനെ, പിന്നെ പറയുന്ന നമുക്ക് അള്ള അറിയിച്ചു തരാത്ത അള്ളാഹുടെ മറ്റു ജുന്ത് പട്ടാളത്തെ ആരെ ഒരാൾ ഉദ്ദേശിച്ചാലും ശിർക്ക് വരും എന്ന് പറയുകയും പറഞ്ഞ അഹ്ലു സുന്നയുടെ കഴിഞ്ഞു പോയ ഒരു പണ്ഡിതൻ, ഞാൻ ജമിയത്തുൽ ചോദിച്ചാണ്, കഴിഞ്ഞു പോയ ഒരു പണ്ഡിതൻ, ജീവിച്ചിരിക്കുന്ന വിഷയം തഹ്ഖീഖാക്കി എന്ന് സ്വയം പറയുന്ന ഒരു പണ്ഡിതൻ, മനസ്സിലായില്ലേ? ഒരു പണ്ഡിതൻ കൊണ്ടുവന്നാൽ സാലിം ഈ വർത്താനം നിർത്തുന്നു ഞാൻ ജമിയത്തുൽ ഉലമക്ക് അറിയിച്ചു. ഒരു മിനിറ്റ്. അപ്പൊ ഇതാണ് പറയുന്നത്, വിഷയം ചർച്ച ചെയ്യുന്ന സ്ഥലം, ഇതില് പിന്നെ ഞാൻ പറയുന്നത് വളരെ ലളിതമായ വിഷയമാണ്. എന്തുകൊണ്ടാണ് ശിർക്ക് വരൂല എന്ന് നമ്മുടെ പൂർവികർ മുഴുവനും മനസ്സിലാക്കിയത്, മനസ്സ് സലഫ് പ്രകാരം മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഇത് അള്ളാഹ് സൃഷ്ടികൾക്ക് കൊടുത്ത കഴിവാണ്. സൃഷ്ടികൾക്ക് കൊടുത്ത കഴിവാണ്. ആ കഴിവിൽ പെട്ടത് അള്ളാഹ്ക്ക് പ്രത്യേകമായത് ചോദിക്കുന്നത് പോലെയല്ല. ഖുറാഫികൾ കൊണ്ടുവന്നത് പ്രത്യേകമായത് ചോദിക്കുന്നത് അനുവദനീയമാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഓർക്ക് ഒരു മിനിറ്റാണ് കൊട്ടപ്പുറം ഭാഗപ്രദേശത്തിൽ സക്കരിയ അവര് മണ്ണാർക്കാട് ഭാഗപ്രദേശത്ത് ഇത് പറഞ്ഞു. സക്കരിയ അത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ വരുന്ന ചോദ്യം, ഈ ഹദീസ് ലൈഫാണ്, ഷിർക്കാണ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ലൈഫാണെന്ന് ഓൽക്കും അറിയാം. പോലെ അതിന്റെ പിന്നിൽ കൊണ്ടുവരാൻ എന്താണെന്നറിയാം. ഓല് കൊണ്ടുവരാൻ ഇതിന് സീമിയന്റെ എല്ലാവരും കൊണ്ടുവരും. അതിന്റെ അപകടം എന്താ, അവർക്കാർക്കും മനസ്സിലാകാത്ത തൗഹീദാണ് നമ്മൾ പറയുന്നത് എന്ന് കൗമിനെ ബോധ്യപ്പെടുത്താൻ കഴിയും. അപ്പൊ ഇവർ പറയുന്ന പുതിയൊരു തൗഹീദാണ്. അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അതിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞ് പൂർവീകരായ ഒരു പണ്ഡിതനെ കാണിച്ചു തന്നാൽ മതി എന്ന് ഞാൻ ഇവരോട് 1-ാം തീയതി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഉദ്ദേശം പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ജമിയത്തിന്റെ ചർച്ച ജബ്ബാർ മൗലവി എന്ത് ഉദ്ദേശിച്ചെന്നുള്ളത് ജബ്ബാർ മൗലവി പറഞ്ഞു. അത് പോട്ടെ, ജബ്ബാർ മൗലവി വിഷയത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ ഹയ്യും ഹാദിറുമായവരെ പറ്റി ഉള്ള വർത്തമാനം അത് ജമിയത്തുൽ ഉലമയുടെ ചർച്ച ആയിബാദല്ലല്ലോ. അവിടെയും ഈ ജബ്ബാർ മൗലവിന്റെ ലേഖനം ജബ്ബാർ മൗലവി കൃത്യമായി പറയുന്നു, ഞാനത് ഉദ്ദേശിച്ചേ ഇല്ല, പിന്നെ അത് വൈഫാണ്, അത് വൈഫാണെന്ന് പറയുന്ന കാര്യം പറയാം. ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടി പറയാറ്. ജമിയത്തുൽ ഉലമയുടെ ചർച്ച വരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ജബ്ബാർ മൗലവിയുടെ ലേഖനം കുറെ കാലം വന്നിട്ടുണ്ട്, നമുക്ക് വേറെ കാര്യം. ജമിയത്തുൽ ഉലമയുടെ ചർച്ചയിൽ ആദ്യമായത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് അതിന്റെ ഈ 2012 മുമ്പത്തെ നവംബറിൽ പിന്നെ നമ്മളുടെ ഹനീഫ് കായക്കൊടിയാണ്. നമുക്ക് അടുത്ത ചർച്ച യായ്ബാദുള്ള ആയിക്കോട്ടെ എന്നാണ്. അപ്പൊ യായ്ബാദുള്ള തന്നെ ചർച്ച ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിന് മുന്നേ ആ ചർച്ചയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മാർക്ക് പറഞ്ഞൊരു കാര്യം നിങ്ങളിപ്പോ പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. കാരണം ഇപ്പോ സലീംക്ക് ചോദിച്ചപ്പോ നമ്മളെല്ലാരും കേട്ടു എന്താണ് യാ ഇബാദുള്ള എന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വന്നിട്ടില്ല, അവിടെ ഇങ്ങനെ ഹയ്യും ഹാദറും ഖാദറുമായ പിന്നോട് വരുമ്പോൾ അതിനെ ചെറുക്കാന്ന് ലോകത്തൊരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സലീംക്ക് ഒരു പക്ഷേ ഈ വാദം ഉന്നയിച്ചിട്ടുണ്ടാകുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് മുജാഹിദുകൾ എന്നറിയപ്പെടുന്നു, സലഫികൾ എന്നറിയപ്പെടുന്നു അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അഖീദക്ക് അമലിനാകട്ടെ അഖീദക്കാകട്ടെ എന്ത് സ്വീകാര്യമല്ല, ഒരു ലൈഫായ ഹദീസ് ഒരിക്കലും സ്വീകാര്യമല്ല. ഒരു മിനിറ്റ്, അത് പണ്ഡിതന്മാരുടെ ഇജ്മാ ആണ്. പിന്നെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അതുകൊണ്ട് നമ്മുടെ ചർച്ച ആ വിഷയത്തിൽ അവിടെ നിൽക്കുന്നു. ഞാൻ അതിന് മുമ്പ് യാ ഇബാദുള്ളയുടെ ചർച്ച ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത് ജിന്നിനോട് സഹായം അനുവദനീയാക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലോ. ഞാൻ ഈ വിഷയം എപ്പോ ചുരുക്കി മനസ്സിലായി.
കാരണം യാ ഇബാദുള്ളയുടെ വിഷയം എനിക്ക് ഞാനിപ്പോ ഒരു വലുതായിട്ട് പറയല്ല. എനിക്ക് ഞാൻ ഫൈസൽ മുസ്ലിയോടാകട്ടെ, നബിനോട് പറപ്പൂരിനോടാകട്ടെ, ഒരുപാട് പണ്ഡിതന്മാരോട് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യുകയും ഞാൻ സ്വകാര്യമായിട്ട് പോയി ചർച്ച ചെയ്യുന്നു. എല്ലാവരും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ സാലിംക പറഞ്ഞ പോലെ തന്നെ നേരെ അങ്ങോട്ട് എത്തൽ എവിടേക്കാന്ന് അറിയുന്നത് നമ്മുടെ ചോദ്യങ്ങൾക്കും നമ്മുടെ വിഷയത്തിലും നിർദ്ദിഷ്ട പൺകൂടി നേരെ യാ ഇബാദുള്ളയിലേക്കാണ് എത്തുക. ഞാൻ ഇത് ഇപ്പൊ സാലിംക്ക് ഞാൻ ഇവിടുന്ന് പോരുമ്പോ തന്നെ പറയുന്നത് സാലിംക്ക് യാ ഇബാദുള്ളയിലെത്തും. എനിക്കറിയാം. കാരണം എന്താ പറയുക, ഞാൻ ഒരു പട്ടാങ്കിലും നമ്മുടെ സംവാദം നടത്തിയ ആളാണ്. ഉദാഹരണം അറിയില്ല. ഞാൻ ഒരു സമ്മതിച്ചു. ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഈ യാ ഇബാദുള്ള എന്നുള്ള ഹദീസ് നിഷ്പക്ഷമായി ചിന്തിക്കുക എന്നിറങ്ങിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്ക് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിലേക്ക് മൗഖൂഫായിട്ട് തന്നെ വന്ന് അല്ലേ? എന്തായാലും 1500 ജില്ല വർഷം മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നുണ്ടല്ലോ ഈ ഹദീസ്, ഉറപ്പല്ല, അതിൽ ആർക്കും തർക്കമില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധ ഖുർആനിൽ ജിന്നിനോടുള്ള സഹായത്തൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞ ആളുകൾ ആരും ഈ ഹദീസ് കണ്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ യാ ഇബാദുള്ള ഞാൻ ചോദിക്കട്ടെ, ഈ യാ ഇബാദുള്ളയുടെ പരിധിയിൽപ്പെട്ട നിബന്ധന ഒത്തൊരു ജിന്നിനെ എന്തുകൊണ്ടാണ് അവരത് അതിൽ നിന്ന് മാറ്റിയാക്കുന്നത്? ഇപ്പൊ പരിശുദ്ധ ശരിക്കും ഇവിടെ തന്നെ നോക്കണം. പരിശുദ്ധ ഖുർആനിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ നിങ്ങൾ കാര്യം ഗൗരവമായിട്ട് മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ആ സഹായത്തേട്ടത്തിന് ഖുർആൻ ആമായിട്ട് ശിർക്കാന്ന് പറഞ്ഞു. നിങ്ങൾ സമ്മതിച്ചു, ആമായ കൽപ്പന ശിർക്ക്. പിന്നെ അതിൽ നിന്ന് ഹാസാക്കണമെങ്കിൽ അതിൽ പെടില്ലാന്ന് വരണമെങ്കിൽ അതിൽ നിന്ന് എന്ത് വരണം? ഈ ആദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നും വരണം. വേണ്ട, നിങ്ങൾ ഒരു വേണ്ട, അതാ ഞാൻ ചോദിക്കുന്നത്. ആ നിബന്ധനകളൊന്നും മുൻപ് കഴിഞ്ഞു പോയ ഒരൊറ്റ മുഫസ്സിറിന് മനസ്സിലായില്ലേ? ഒരൊറ്റ അക്കീദ ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരൊറ്റ മുഹദ്ദിസിന് മനസ്സിലായില്ല. ഒരു ഹദീസ് പണ്ഡിതനും ഈ അക്കീദ വിശദീകരിച്ചവർക്ക് ആർക്കും അത് മനസ്സിലായില്ല. ഏത് ഇന്ന വേണ്ട, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ച് തന്നാൽ മതി. എനിക്ക് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ശിർക്കും നമ്മളത് നിക്ക് അതിൽ വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. അതിൽ നിന്നും ഇന്ന ജിന്ന് ഒഴിവാണെന്ന് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന പ്രശ്നം ഞാൻ ചോദിക്കട്ടെ ഇന്ന വിഗ്രഹം ഞാൻ ചോദിക്കട്ടെ. അല്ല ചോദിക്കട്ടെ, അല്ല അനാവശ്യമല്ല, ഇത് ആവശ്യം പരിശുദ്ധ ഖുർആൻ. ഞാൻ ചോദിക്കട്ടെ, മക്കത്തെ ഹുസൈൻ നബി മനാത്ത വിഗ്രഹങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഈ വിഗ്രഹത്തിൽ ഏത് വിഗ്രഹമാണ് ഒഴിവാക്കപ്പെട്ടത്? നിങ്ങളും പറയണം. നമ്മൾ പറയുന്നത് ആര് പറഞ്ഞെന്ന് പറയുന്നല്ലോ. അത് കേട്ട വിചാരിച്ച് തഫ്സീൽ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ആ വിഷയം സംസാരിക്കുന്നത് നിർത്തി തഫ്സീർ ഞാൻ വരിവരിക്ക് കാണും. എപ്പോഴും വരിക വരില്ല എന്നുള്ളതാണ്. അതില്ലെങ്കിലോ പരിശുദ്ധ ഖുർആനിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഇന്ന നിബന്ധനത്തെ ജിന്ന് അതിൽ നിന്ന് പറയുന്നുണ്ടല്ലോ. അതാണ് തഫ്സീറിൽ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ജിന്നിനോട് സഹായം 100% ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നാണ് എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. നിങ്ങളെ തഫ്സീർ ആ വിഷയം നോക്കിയിട്ടില്ല. അബ്ദുൽ ജബ്ബാർ മദീനി കാണാത്ത തഫ്സീർ, കാണാത്ത തഫ്സീർ, ഇവരൊക്കെ കാണാത്ത അങ്ങനെ ഇല്ലെങ്കിലോ ഒരു കാര്യം അങ്ങനെ ഇല്ലെങ്കിലോ അങ്ങനെ അത് ഞാൻ പറഞ്ഞു മനസ്സിലായത് ആ വിഷയത്തിൽ. അപ്പൊ ഇതുവരെ മൂപ്പർക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് തഫ്സീർ പറഞ്ഞാൽ എഴുതിയെടുക്കായിരുന്നു. ആ തഫ്സീറിന്റെ ഞാൻ കാണിച്ചു ജിന്നിനോട് സഹായം ചോദിക്കൽ ജിന്നിനോട്
ഇപ്പത്തെ വിഷയമല്ലോ നിങ്ങൾ പറഞ്ഞില്ലേ ഈ ഹയ്യും ഹാദറും വിശദീകരിക്കുന്നത് വേറെയാണ്. അല്ല നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും അല്ല ഒരു മിനിറ്റ് ആദ്യം സാലിംക്ക് സഹായം ഒരാൾ സംസാരിക്കും മുത്തലക്കനായിട്ട്, അതായത് എന്ത് സഹായം ചോദിക്കുന്നതും ഷിർക്കാണ് എന്ന് പറഞ്ഞ ഒരു വാചകം ഒരു തഫ്സീറുകളിൽ മൂപ്പര് കാണിച്ചു. ഒന്ന്. രണ്ടാമത്തെ പറഞ്ഞുതരാം. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കിൽ പെടാത്തതുണ്ട് എന്ന് ഞാൻ കാണിച്ചു. ഞാൻ പറഞ്ഞത് എഴുതിയിട്ട് സാലിക്ക് എഴുതിക്കോളൂ, പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, സാലിക്ക് ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ സൈതം നിരത്തിയിട്ട് പറഞ്ഞു. ഹാജറായ കഴിവിൽപ്പെട്ട കാര്യം ജിന്നിനോട് ചോദിച്ചാൽ എന്ത് വരൂല, അത് ഷിർക്ക് വരൂല എന്ന് സാലിക്ക് പറഞ്ഞു അല്ലേ. അതിന് ഞാൻ അവർ സാലിക്കാരോട് ഞാൻ അതിനെന്ത് ചെയ്തു, റദ്ദ് ചെയ്തു. എങ്ങനെയാണ് ഞാൻ റദ്ദ് ചെയ്തത്? പരിശുദ്ധ ഖുർആനിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ഷിർക്കാണെന്നാണ് ഉള്ളത്. ഖുർആനിൽ ജിന്നിനോട് സഹായത്തോട്ട് ഷിർക്കാണ്. ഞാൻ പെടാത്തത് ഞാൻ കാണിച്ചു. അത് ഈ നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ ജിന്നിനോട്, അത് നമ്മൾ മനുഷ്യൻ ഇപ്പൊ ഇന്ത്യക്ക് കഴിക്കണം, മനുഷ്യൻ ജിന്നിനോട് അദൃശ്യം അത് ഭൗതികമായ ജിന്നിനോട് നമ്മൾ തന്നെ ആയിക്കോട്ടെ. ഞങ്ങൾക്ക് എഴുതാൻ നമ്മൾ എഴുതണ്ട. പിന്നെ ആയിക്കോട്ടെ, ഇത് നേരത്തെ എഴുതിക്കോളാം. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായ ജിന്നിനോട് അങ്ങനെ എഴുതിക്കോട്ടെ. അദൃശ്യവും അഭൗതികമായ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ആ സഹായത്തേട്ടം പരിശുദ്ധ ഖുർആനിൽ ആ സഹായത്തേട്ടം ഷിർക്കാണ്. ആമായ കൽപ്പന അത് ഷിർക്കാണ്. ഇനി നമ്മൾ അതിന്റെ കുഞ്ഞുണ്ട് അതിൽ നിന്നും ഈ ഷിർക്കിൽ ഇതിൽ ഷിർക്കാണ്. അതിൽ നിന്നും ഒരു നിബന്ധന ഒത്ത ജിന്നിനെയും അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ലോകത്ത് കഴിഞ്ഞു പോയ ഒരൊറ്റ പ്രാമാണിക തഫ്സീറും മാറ്റിയിട്ടില്ല. ഒരു ജിന്നിനെ ഒഴിവാക്കിയിട്ടില്ല. അതിൽ നിന്നും ഒരു ജിന്നിനെയും ലോകത്ത് കഴിഞ്ഞു പോയ ഒരു പ്രാമാണികനുള്ള പദം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. മാറ്റിയില്ലേ പറയണം. അല്ല ഞാനിപ്പോ ഉദ്ദേശം എന്താണല്ലോ, ഞാൻ എഴുതാനുള്ളത് ഞാനൊരു കാര്യം ഈ വിഷയം ഇതിപ്പോ എന്താണ് നിങ്ങളൊന്ന് വായിച്ചാണ്. പരിശുദ്ധമായ ഖുർആനിൽ മനുഷ്യന് ജിന്നിനോട് അദൃശ്യവും മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികമായ സഹായം ചോദിച്ചാൽ ആ സഹായത്തോടെ അങ്ങനെയല്ല ഞാൻ എഴുതി പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായ അതുപോലെ തന്നെ എനിക്ക് അദൃശ്യവും അഭൗതികവുമായ എനിക്ക് ഏതാണ്ട് അദൃശ്യം എന്ന് പറഞ്ഞത് വേറെ കാര്യം. അദൃശ്യവും അഭൗതികവുമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്ക് തന്നെയാണ്. ഒരു മിനിറ്റ് കേക്ക് ഇവരുടെ കളി അതുകൊണ്ടാണ് പിന്നെ ഈ അഭൗതികം എന്താണെന്ന് ഞാൻ റൌഫിനോട് ചോദിച്ചത്. മനസ്സിലായില്ലേ? ആ റൌഫിനോട് എനിക്ക് ക്ലിയർ ചെയ്ത് കിട്ടാനുള്ളത് രണ്ട് ജാതി ഗൈബത്ത് പറഞ്ഞു. ഞാൻ അള്ളാഹ്ക്ക് മാത്രമുള്ള ഗൈബത്ത് പിന്നെ ഗൈബിനെ പറ്റി പറഞ്ഞു. അല്ലാതെ സക്കരിയ നബിക്കൊക്കെ കിട്ടിയതും നബിക്ക് ഗൈബായ കാര്യം പറഞ്ഞു.
അതുപോലെ ജിന്നുകളെ കൂട്ടത്തിൽ ഗൈബല്ലാത്തതും മുഹമ്മദ് നബിക്ക് ഗൈബായതും നമുക്ക് ഗൈബായതും ഞാൻ മനസ്സിലല്ലേ? ഇതിനെയാണ് ഇത് രണ്ടും കൂടിയാണ് അവർ ഉദ്ദേശിച്ചത് എങ്കിൽ രണ്ടും കൂടിയാണ് അവർ ഉദ്ദേശിച്ചത് എങ്കിൽ ആ പ്രസ്താവന ശിർക്കൻ പ്രസ്താവന. രണ്ടാമത്തെ കാര്യം, ഇതിൽ അവർ ഉദ്ദേശിച്ചത് അള്ളാഹ്ക്ക് മാത്രം ഖാസായ ഗൈബത്താണ് എങ്കിൽ ഇത് 100% ശരിയാണ്. അതിൽ ജിന്നിനെ മാത്രമല്ല കൂട്ടേണ്ടത്, മനുഷ്യനെ കാണുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ കൂട്ടിക്കോട്ടെ, താലിക്ക് എങ്ങനെയായാലും കൂട്ടി എഴുതിക്കോട്ടെ. പക്ഷെ എനിക്ക് എഴുതാനുള്ളത് ഇതിലൊന്നും പറയാനുള്ളത് എനിക്ക് എഴുതാൻ നിങ്ങൾ എഴുതി. താലിക്ക് എഴുതാൻ എഴുതട്ടെ, അത് എനിക്ക് നമുക്ക് പ്രശ്നമില്ലല്ലോ. എനിക്ക് എഴുതാൻ വേറെ പേജിലൊന്നും എഴുതിക്കാണ്. എനിക്ക് എഴുതാൻ എഴുതിക്കോളൂ. താലിക്ക എനിക്ക് ആലോചിക്കാൻ എഴുതാൻ പഠിച്ചുകൊണ്ട് നമ്മൾ എഴുതാം. ഇത് മലയാളത്തിലുള്ള ഈ വാക്ക് എഴുതാൻ പഠിച്ചത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അബൗദ്ധികമായ ജിന്നിനോട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താലിക്കത്ത് ഏതാ പറയാനുള്ള ഒരു താലിക്കത്ത് പറയാലോ. ഇല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അബൗദ്ധികമായ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ആ സഹായത്തേട്ടം ശിർക്കാണ്. പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ശിർക്കാണ്. അങ്ങനെ തന്നെ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ. പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഒരു ജിന്നിനെയും ഒരു നിബന്ധന നമ്മൾ കഴിഞ്ഞില്ലേ? ഇല്ല, ഇതിന് കൂടെ ഒരു നിബന്ധന ഒത്ത ജിന്നിനെയും അല്ലെങ്കിൽ ഒരു ജിന്നിനെയും അങ്ങനെ തന്നെ ഒരു ജിന്നിനെയും പരിശുദ്ധ ഖുർആനെ തഫ്സീർ എഴുതിയ ഒരു പ്രാമാണിക തഫ്സീറിലും ഒരു ജിന്നിനെയും പ്രാമാണിക തഫ്സീറുകൾ ഒന്നിലും ഒരു ജിന്നിനെയും പ്രാമാണികരായ തഫ്സീറുകൾ ഒരു ജിന്നിനെയും അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഒരു നിബന്ധനയും അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. ആ കൽപ്പന ആമാണ്. ഇത് മതി, ഇത്രയും മതി. ഇന്റെ വാദം എന്താണ്? ഒരു ജിന്നിനെയും എന്ത് ചെയ്തിട്ടില്ല, അതിന്ന് മാറ്റി. ഒരു നിബന്ധന ഒത്ത ജിന്നിനെ അതിന് എന്ത് ചെയ്തു? ഒരു ജിന്നിനെയും അതിന് എന്ത് ചെയ്തിട്ടില്ല. പ്രാമാണിക തഫ്സീറുകൾ അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. എല്ലാ നിബന്ധനയിൽ മാറ്റിയിട്ടാണ്. അല്ല, ഒരു നിബന്ധനയും എന്ത് ചെയ്തിട്ടില്ല. ഒരു നിബന്ധനക്കൊത്ത ജിന്നിനെ എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ ആയിബാദല്ലേ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു രീതിയിലും എന്ത് ചെയ്തിട്ടില്ല. ഇന്ന ജിന്ന് അതിൽ പെടൂല എന്ന് ആര് പറഞ്ഞിട്ടില്ല. ആ തഫ്സീറുകളിലൊക്കെ എന്താ പറഞ്ഞത്? ജിന്നിനോടുള്ള സഹായത്തായിട്ടാണോ തീർക്കാൻ. ഇത്ര എനിക്കതിൽ എഴുതണം.
അത് വേറെ ഇതിലെഴുതരുത്. ഭൗതികം എന്നുള്ളടത്ത് അറബിയിൽ എന്താണ് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാലോ. അത് നമുക്ക് ഇപ്പോൾ ചർച്ച വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇതിലിപ്പോ എന്താണ് ഞാൻ ചോദിച്ച ചോദ്യം? ഈ നിങ്ങൾ നമ്മളിപ്പോ മലയാളികളാണല്ലോ, അല്ല നമ്മൾ മലയാളികളാണല്ലോ. നമ്മൾ മലയാളികളാവുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് ഒരു മിനിറ്റ് ഇത് നിങ്ങൾ അറബിയിൽ ഇപ്പൊ നമ്മളിവിടെ തർക്കത്തിലുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ താലിക്ക് എത്ര ഉദാഹരണം പറഞ്ഞു നമുക്ക്? എന്തൊക്കെ ഉദാഹരണം പറഞ്ഞു? മുൻഷേഖിന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ ഈ ഉദാഹരണങ്ങളൊക്കെ മുമ്പ് കഴിഞ്ഞ് പോയ തഫ്സീർ എഴുതിയ പണ്ഡിതന്മാർക്കും അറിയാമല്ലോ. അവരിപ്പോ ഒക്കെ അറിയാം. അവരത് എഴുതാതെ ഇരിക്കൂല. ആ തഫ്സീർ ഏതാണ് കാണിച്ചെന്നാൽ മതി. സമയം കഴിഞ്ഞില്ല, ഈ സമയം എവിടെയായി? അപ്പൊ ഇത് ചോദ്യം നിർത്തി. ഇത് തഫ്സീറിൽ ഉണ്ടെങ്കിൽ ആ തഫ്സീർ ഉണ്ടെങ്കിൽ ഇതുകൂടി ശബ്ദം കേൾക്കുക. ഇതിന് ഇതിലുണ്ടെങ്കിൽ പ്രാമാണികരായ ഒരു മിനിറ്റ് പ്രാമാണികരായ ദുർക്കടിയും കൂടി പറയണം. പ്രാമാണികരായ ഏതെങ്കിലും ഒരു തഫ്സീറിൽ സാലിംക പറഞ്ഞ പോലെ ഇന്ന ജിന്ന അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, ഇന്ന ജിന്നയിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ കൂടെ നമ്മൾ വരാൻ തയ്യാറാണ്. പക്ഷേ യാതൊരു സംശയമില്ല, ഞങ്ങൾ ഇവിടെയുള്ള മുഴുവൻ ആളുകൾ എന്തെന്നറിയോ, പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ജിന്നയിൽ പെടൂല, ആ ജിന്ന അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഈ അയ്യും ഹാദറും ഹാദറായ ജിന്നതിൽ പെടൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ അപ്പുറത്ത് നിൽക്കുക? നമ്മൾ ഇവിടെ നമ്മളെ കൂടെ വന്ന് പ്രവർത്തിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് തെളിവിന്റെ അടിസ്ഥാനം താലിംക പറഞ്ഞത് മുഴുവനും എന്താണെന്നറിയുന്നത്? താലിംക പറഞ്ഞത് മുഴുവൻ താലിംക പറഞ്ഞ മുഴുവൻ കാര്യവും താലിംകാരെ മാത്രം അഭിപ്രായമാണ്. ചിന്തിക്കണം. ഒരൊറ്റ തഫ്സീറുകൾ പറഞ്ഞത് താലിംക ഒരൊറ്റ പറയട്ടെ. ഇത് താലിംക ഉണ്ടെങ്കിൽ പറയട്ടെ. ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഒറ്റ ആദ്യം എനിക്കൊരു അപേക്ഷ ഉണ്ട്. ഖുർആനും തഫ്സീറും ഒക്കെ അറബി ഭാഷയിലാണുള്ളത്, പ്രാമാണികരാണ്. ഈ ചോദ്യം ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും എനിക്ക് വാട്സപ്പിൽ അയച്ചെന്നാൽ മതി. അറബിയിലാക്കിയിട്ടുണ്ട് അയച്ചിട്ടുണ്ട്. നിങ്ങളെ തഫ്സീർ മലയാളത്തിലൊന്ന് പറയേ. തഫ്സീറിലാണ് അറബിയിലുള്ള ഞാൻ ചോദിക്കട്ടെ, തഫ്സീർ പറഞ്ഞു വേണ്ട, നിങ്ങൾ അറബിയിലായിക്കോട്ടെ. ഇത് എഴുതിയത് ഞാനാണ്, വേറെ ആരുമല്ല. ഞാൻ ഇത് എഴുതിയത് സത്യം പറയാലോ, ഇത് എഴുതി കൊടുത്ത ഡ്രാഫ്റ്റ് ചെയ്ത ആളെ നമ്മൾക്ക് അറിയണോണ്ടാണ് പറയുന്നത്. വേണ്ട, ഇതിപ്പോ അറബിയിലൊന്നും വേണ്ട. എനിക്ക് അറബിയിൽ എഴുതാൻ അറിയില്ല. ആരോടെങ്കിലും എഴുതിച്ചു ഞാൻ ഒരു കാര്യം പറയാം. ഈ റെക്കോർഡിംഗ് ചെയ്യുന്ന മലയാളങ്ങൾക്കൊക്കെ അറിയാലോ, എനിക്കൊരൊറ്റ വാദമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ആ സഹായത്തെ ശിർക്കാണ്. ഒരു മിനിറ്റ് ശിർക്കാണ്. എങ്ങനെ ലാത്തനോട് ചോദിച്ചാലും, ഉത്തനോട് ചോദിച്ചാലും, വിഗ്രഹങ്ങളോട് ചോദിച്ചാലും, ഹുസൈൻ നബിനോട് ചോദിച്ചാലും, ഇബ്രാഹിം നബിനോട് ചോദിച്ചാലും, ഇസ്മായിൽ നബിനോട് ചോദിച്ചാലും, ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാണ്. ഇത് ശിർക്കല്ല. ഇന്ന സഹായത്തേട്ടൻ ജിന്നിനോട് ഇന്നത് ശിർക്കല്ല എന്ന് ഒരു തഫ്സീറുകൾ പ്രാമാണികമായി കൊണ്ടുവന്ന ഈ എഴുത്തൊന്നും വേണ്ട. ഇതിന് കൊണ്ടുവന്ന് പ്രശ്നം തീർന്നു. എനിക്കൊന്നും വേണ്ട, ഒരു എഴുത്തും വേണ്ട, ഒന്നും വേണ്ട. ഇത് മതി. എങ്ങനെ ഇതൊരു അനാവശ്യമല്ല. ഇതാണ് ഒരു തഫ്സീറിന്റെ പ്രശ്നം തീർന്നു. ഈ എഴുത്തൊന്നും വേണ്ട, ഒരു എഴുത്തും വേണ്ട. ഒരു മിനിറ്റ്, ഞാൻ ഈ എഴുത്തൊന്നും നസീഹത്താണ് ഈ വിഷയത്തിൽ. നമ്മുടെ സംസാരം നസീഹത്താണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഈ ഇത് പ്രകാരം ഞാൻ മയ്യത്ത് സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ഇത് അംഗീകരിക്കാൻ അത് ചോദിക്കണം. കാരണം ഇത് ആരോപിക്കില്ലേ. എനിക്ക് എന്റെ കുടുംബത്തിലുണ്ട്. എന്റെ അമ്മ എന്നോട് പറഞ്ഞത് സാലിമെ ഈ ഇമാമത്ത് നിൽക്കണേ. ഞാൻ സാധാരണ പോയാല് പള്ളിക്കല് ചിലപ്പോ ഇമാമത്ത് ആസറിനോ അതിനൊക്കെ ആയിട്ട് ഇമാമത്ത് കഴിഞ്ഞതിന് ശേഷം എന്റെ അമ്മ എന്നോട് പറഞ്ഞു, സാലിമെ ഇത് ഇമാമത്ത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. ഇത് മരിച്ചാൽ മയ്യത്ത് സ്വീകരിക്കാൻ പറ്റുമെന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ട് എന്റെ മഹലിൽ, മനസ്സിലായില്ലേ? എന്ന് എന്നോട് നേരിട്ട് തുറന്ന് പറഞ്ഞാണ്. മയ്യത്ത് സ്വീകരിക്കാൻ പറ്റുമോ? ശിർക്കാണെ മയ്യത്ത് സ്വീകരിക്കാൻ പറ്റൂല. ഇബ്രാഹിം നബിന്റെ ബാപ്പ മോശമായി
ആളായിട്ടല്ലല്ലോ. ഇബ്രാഹിം നബിന്റെ വാപ്പ മോശമായത് ശിർക്കുള്ളതുകൊണ്ടാണ്. അത് ആ ഇബ്രാഹിം നബി മോശമായിട്ടോ വേറെ കാര്യങ്ങളല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ശിർക്കുൽ അക്ബർ പറ്റിയാൽ അയാൾ മുശ്രിക്കാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ ഷിർക്കിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഷിർക്ക് എന്താണെന്ന് പറഞ്ഞു തരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ പറയുന്നില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഞാൻ മനസ്സിലാക്കി പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വിശദീകരിച്ചു കൊണ്ടാ. പിന്നെ ആ വിശദീകരിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇതിൽ വല്ല കൂട്ടാനുണ്ടോ എന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ മാറ്റം വേണോ എന്ന് പറഞ്ഞു തരും. മനസ്സിലായില്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞു. അത് കിട്ടിയതിന് ശേഷം ഒരു ബേസ് നിന്ന് സംസാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് ഷിർക്കാവുക എന്ന് നിങ്ങളോട് പറഞ്ഞത്. ഈ ബേസ് ചെയ്തുകൊണ്ട് അള്ളാഹ്ക്ക് പ്രത്യേകമായ വിദൂരതയിൽ നിന്നുകൊണ്ടുള്ള മറ്റൊരു ലോകത്ത് നിന്നുകൊണ്ടുള്ള കേൾവി മൊയ്തീൻ ഷെയ്ഖിനുണ്ടെന്ന് വിശ്വസിക്കുന്നതോട് കൂടി ആയ മുശ്രിക്കായി. മനസ്സിലായില്ലേ? എന്നാൽ മൊയ്തീൻ ഷെയ്ഖ് ജീവിച്ച കാലത്ത് അയാളോട് അയാൾ ഹാജരായിരിക്കും ഒരു സംശയം, ഒരു സഹായം ചോദിച്ചാൽ ശിർക്കാകൂല. കാരണം അള്ളാഹ്ക്ക് പ്രത്യേകമായ ഒരു കാര്യം അവിടെ മൊയ്തീൻ ഷെയ്ഖിന് സങ്കല്പിക്കുന്നില്ല. അത് അങ്ങനെ ഞാൻ അങ്ങനെ ആ നിലക്ക് നിങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരീന്നാണ് പറഞ്ഞത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അത് നിങ്ങൾക്ക് പറയാം. ആദ്യം അത് പറഞ്ഞു. ആ പോയിന്റ് പറഞ്ഞു.